ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഡോറയുടെ സാഹസങ്ങൾ, നിധി തേടിയുള്ള ഡോറയുടെ ആ ഒരു യാത്രകൾ, ഈ കഥകളൊക്കെ കേൾക്കാനും കാണാനും എന്തൊരു രസമാണ്. ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരുന്ന് കാണാം. ഇത് ഡോറയുടെ പഴയ കഥയല്ല, ഈ വർഷം പുതുതായിട്ട് ഇറങ്ങിയ ഡോറയുടെ പുതിയ കഥയാണ് കേട്ടോ. നിധി തേടിയുള്ള ആ ഒരു യാത്രയിൽ ഒരുപാട് ഗുഹകളും അതുപോലെ തന്നെ ആ ഗുഹയിൽ പതിരിക്കുന്ന ഒരുപാട് പുരാതനമായ അപകടങ്ങളും അതുപോലെ പുരാതനമായ ഒരുപാട് രഹസ്യങ്ങളും ഇതെല്ലാം താണ്ടി താണ്ടി അവസാനം ഡോറ ആ ഒരു നിധിയിലേക്ക് എത്തുന്നത് കാണാനും അവളുടെ ആ ഒരു യാത്രയും ഇതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. എന്തായാലും ആ ഒരു മായാ ലോകത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ആമസോൺ കാടുകൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഈ കാടുകൾക്കരികിലായിട്ട് ഒരു ഗ്രാമപ്രദേശമുണ്ട്. അവിടെ താമസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇങ്കാ വംശം. ഈ ഇങ്കാ വംശത്തിൽപ്പെട്ട ആളാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള ഡോറ. ഡോറയ്ക്ക് ഒരു കൂട്ടുകാരനുണ്ട്. അവന്റെ പേര് ടിയാഗോ എന്നാണ്. ടിയാഗോയുടെ കൂടെ ഈ ഒരു കാട് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യണം. ഇതിന്റെ ആരും കാണാത്ത പല ഭാഗങ്ങളിലേക്ക് പോകണം. ഇങ്ങനെയൊരു വലിയ ആഗ്രഹം ഡോറയ്ക്ക് ഉണ്ട് കേട്ടോ. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവൾക്ക് താല്പര്യം തോന്നാൻ തന്നെ കാരണം ടിവിയിൽ ഇങ്ങനത്തെ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ഒരു പെണ്ണുണ്ട്, കമീല. അവളെ കണ്ടാണ് ഡോറ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവൾക്ക് മുത്തശ്ശൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോളെ, നമ്മൾ ഈ കാട് കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് പോകരുത്. നമുക്ക് നല്ലൊരു ടീം ഉണ്ടാവണം. ഒരു ടീം വർക്ക് കൊണ്ട് മാത്രമേ നമുക്കൊരു വലിയ വനം, ഒരു കാട് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുള്ളൂ. കാട്ടിലൂടെ നടന്നുകൊണ്ട് തന്നെയാണ് അവളുടെ അപ്പൂപ്പൻ ഈ കാര്യം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡോറയുടെ കൂട്ടുകാരനായിട്ടുള്ള ഡിയാഗോയും കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും ഈ കാട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഒരുമിച്ചുണ്ടാവണം കേട്ടോ. ഒരാൾ മറ്റൊരാൾക്ക് കൂട്ടായിട്ടുണ്ടാവണം. ഇത് പറഞ്ഞ് രണ്ടുപേരുടെയും കയ്യിൽ ഒരു ഇങ്ക ബാഡ്ജ് കെട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ രാത്രിയായി. കാടിന്റെ ഒരു ഭാഗത്ത് ഇവരങ്ങനെ മലന്ന് കിടക്കുകയാണ്. എന്നിട്ട് ആകാശങ്ങളിലേക്ക് നോക്കിയിട്ട് മുത്തശ്ശൻ ഡോറയോട് പറയുന്നുണ്ട്, നമ്മൾ എങ്ങാനും കാട്ടിൽ പെട്ടുപോയാൽ നമുക്ക് വഴികാട്ടിയായിട്ട് വരുന്നത് ദാ ആകാശത്ത് കാണുന്ന ആ ഒരു നക്ഷത്രങ്ങളുണ്ടല്ലോ, അതാണ്. അതുപോലെ വേറൊരു കഥ കൂടി ഇവിടെ ഉണ്ട്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അങ്ങ് ആകാശത്ത് നിന്നും ഒരു നക്ഷത്രം ഈ കാട്ടിൽ വന്ന് വീണു. അതിന്റെ പേരാണ് സോൾ ഡൊറാഡോ. നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളൊക്കെ ആ ഒരു നക്ഷത്രത്തെ നേരിട്ട് കണ്ടാൽ സാധിക്കാൻ പറ്റുമെന്നാ പറയുന്നത്. എന്നാൽ ഇന്ന് വരെയായിട്ടും ആ നക്ഷത്രം കണ്ടുപിടിക്കാൻ ആരെ കൊണ്ടും പറ്റിയില്ല. അപ്പൊ തന്നെ ഡോറ ചാടി എഴുന്നേറ്റ് പറയണം, അപ്പൂപ്പ അത് ഞാൻ കണ്ടുപിടിക്കും. അപ്പൊ അപ്പൂപ്പന് അവൾക്കൊരു മാപ്പ് കൊടുക്കണം. മോളെ, ഈ മാപ്പ് കണ്ടോ, ഇത് ഉപയോഗിച്ച് നിനക്ക് എവിടെ വേണമെങ്കിലും പോവാന്ന് പറയണം. അവള് വേഗം തന്നെ ആ ഒരു മാപ്പ് മേടിക്കുകയാണ്. തുറന്നു നോക്കുമ്പോൾ അതിലൊന്നുമില്ല, ബ്ലാങ്ക് ആണ്. ആ സമയത്താണ് മുത്തശ്ശൻ അവളോട് പറയുന്നത്, മോളെ, നീ എങ്ങോട്ടേക്ക് പോവുകയാണെങ്കിലും ആ സമയത്ത് നിനക്ക് വഴികാട്ടിയായിട്ട് ഈ ഒരു മാപ്പ് ഉണ്ടാവും. എന്തായാലും അത് കിട്ടിയതിന് ശേഷം അവൾക്ക് പോകാൻ പറ്റുന്ന ചെറിയ കാട്ടിലേക്കൊക്കെ അവള് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാലിന് വയ്യാത്തൊരു കുരങ്ങനെ കാണുകയാണ്. അപ്പൊ തന്നെ ഡോറ എന്താ ചെയ്തത്, അവളുടെ കയ്യിലുണ്ടായിരുന്ന പാവയുടെ ഷൂ എടുത്ത് അതിനിട്ട് കൊടുക്കുകയാണ്. ആ കുരങ്ങിന് ഒരുപാട് സന്തോഷമായി. അതുപോലെ തന്നെ ഡോറയോട് അത് നന്ദിയും പറയുന്നുണ്ട്. പിന്നീട് ആ ഒരു കുരങ്ങ് അവളുടെ കൂടെ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ഡോറ അവനൊരു പേര് വെച്ചു, ബൂട്ട്സ്. ചിലർ ഇതിനെ ബുജി എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ബുജി എന്ന് തന്നെ വിളിക്കാം. എന്തായാലും ആ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഡോറ ആ കാട്ടിലൂടെ എപ്പോഴും വരും. വഴി തെറ്റിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ ആ മാപ്പ് പുറത്തേക്ക് എങ്ങനെ പോകണമെന്ന് അവൾക്ക് വഴി കാണിച്ചു കൊടുക്കും കേട്ടോ. ഇവിടെയാണ് പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ഡോറ ആൻഡ് ദി സെർച്ച് ഫോർ സോൾ ഡൊറാഡോ. അങ്ങനെ ഇപ്പൊ 10 വർഷം കഴിഞ്ഞു. ഡോറ വളർന്ന് വലുതായി ഒരു ടീനേജ് പെൺകുട്ടിയായിട്ടുണ്ട്. അതുപോലെ തന്നെ അവളുടെ ഫാമിലി ഇപ്പൊ കാണിക്കുകയാണ്. ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഫാമിലിയാണ്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്, വല്യച്ഛനുണ്ട്, അതുപോലെ തന്നെ അമ്മായിയുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ വലിയൊരു ഫാമിലിയാണ്. അതുപോലെ തന്നെ ഡോറ ഇപ്പോഴും കാട് കാണാൻ പോവാറുണ്ട് കേട്ടോ. അവളുടെ കൂടെ എപ്പോഴും ടിയാഗോ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇപ്പൊ അവളുടെ കൂടെ അവളുടെ മുത്തശ്ശനില്ല. മുത്തശ്ശൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്തായാലും എന്നും ടിയാഗോയും കൂട്ടിയിട്ട് നമ്മുടെ ഡോറ ഒരു വലിയ ഗുഹ കയറാൻ വേണ്ടി പോവാണ്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ബുജിയും കൂടെ ഉണ്ട് കേട്ടോ. എന്നാൽ ഗുഹ കണ്ട പാടിനെ ബുജിക്ക് ആകെ പേടിയായി. ഞാനില്ല അങ്ങോട്ടേക്ക്. അവിടെ ഡേഞ്ചർ എന്ന് പറഞ്ഞ ബോർഡ് വരെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഡോറ അതൊന്നും കാര്യമാക്കുന്നില്ല കേട്ടോ. ഡിയാഗോയും കൂട്ടിയിട്ട് നേരെ ഉള്ളിലേക്ക് പോവാണ്. ശരിക്കും ഡോറ എവിടെ പോവുകയാണെങ്കിലും അവളുടെ ബലം എന്ന് പറയുന്നത് ഡിയാഗോയാണ്. അതായത് ആ ഒരു ഗുഹയിലേക്ക് പോകുന്ന സമയത്തെല്ലാം ഡിയാഗോ ഒരു വലിയ കയറ് അവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. എന്നാൽ ഡോറ ഇതൊന്നും വലിയ ശ്രദ്ധിക്കാതെ അവൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വെള്ളക്കെട്ടിലൂടെ ഗുഹയിലൂടെ അവർ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ട്രാപ്പിൽ അവർ ചവിട്ടി. ആ ട്രാപ്പ് മുകളിലേക്ക് പൊന്തി വരികയാണ്. അതിലൊരു ശവം കുടിയും കിടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് ഡിയാഗോ ആകെ ഞെട്ടിപ്പോവാണ്. എന്നാൽ ഡോറയ്ക്ക് അത് വലിയ വിഷയമൊന്നുമില്ല. അവൾക്ക് നല്ല ധൈര്യമാണ്. ഇങ്ങനെ കണ്ടാലൊന്നും പേടിക്കുന്നവളല്ല ഡോറ. പിന്നീട് ആ മാപ്പിൽ കാണിച്ചതുപോലെ തന്നെ വീണ്ടും അവൾ മുന്നോട്ടേക്ക് പോവാണ്. ആ സമയത്ത് മുന്നിൽ അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ഏരിയ കാണാണ്. അപ്പൊ ഡോറ പറയാണ്, ഡിയാഗോ, ഇത് തന്നെയാണ് നമ്മൾ തേടി വന്ന ആ ഒരു സ്ഥലം. എന്നാൽ അപ്പൊ തന്നെ അവൾ നിന്നിരുന്ന ആ ഒരു സ്ഥലം പൊളിഞ്ഞ് അവൾ താഴേക്ക് വീഴാണ്. ഡിയാഗോ പെട്ടെന്ന് പിടിച്ചത് കൊണ്ട് അവൾ രക്ഷപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ ഡോറ തല കീഴായിട്ട് നിൽക്കുകയാണ്. ഡിയാഗോ ചോദിക്കാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഡോറ പറയാണ്, ഏയ് കുഴപ്പമൊന്നുമില്ലടാ, പക്ഷേ ഇതിനടിയിൽ എന്തോ ഒന്നുണ്ട്. അതായത് ശരിക്കുള്ള അറ താഴ്ഭാഗത്തായിരുന്നു. അവൾ പതിയെ ആ റൂമിലേക്ക് ഇറങ്ങുകയാണ്. റൂമെന്നൊന്നും പറയാൻ പറ്റില്ല, വലിയൊരു ഗുഹയുടെ ഉൾഭാഗം എന്ന് പറയാം. അതിന് ചുറ്റുമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഓയിലെല്ലാം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ചു മുന്നിലേക്ക് നടന്നപ്പോൾ കുറെ കയറുകൾ അതിൽ പ്രത്യേക രീതിയിൽ കെട്ടുകൾ ഇട്ടിട്ടുണ്ട്. ഇത് നോക്കിയ സമയത്ത് അത് ഡോറയ്ക്ക് എന്താണെന്ന് മനസ്സിലായി. അതായത് ഈ ഇങ്കാ വംശം ഉണ്ടല്ലോ, ഡോറയുടെ ആ ഒരു വംശം തന്നെ, ഇവരുടെ പൂർവികർ ഈ രീതിയിലാണ് ഇവരുടെ ആശയങ്ങൾ കൈമാറിയിരുന്നത്. അതായത് ആ ഒരു കയറിലാണ് അവരുടെ എഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ളത്, ഒരു പ്രത്യേക കെട്ടുപോലെ. അത് നന്നായിട്ട് അറിയുന്ന ഡോറ അത് മുഴുവനായിട്ട് വായിക്കുകയാണ്. അപ്പൊ അതിലൂടെ അവൾക്കൊരു കാര്യം മനസ്സിലായി. അതായത് ഒരുപാട് ആൾക്കാർ തേടിക്കൊണ്ടിരിക്കുന്ന സോൾ ഡൊറാഡോ എന്ന് പറഞ്ഞ ഒരു നക്ഷത്രം
നക്ഷത്രക്കല്ലുണ്ടല്ലോ അതിലേക്ക് പോകാനുള്ള ആ ഒരു ഫസ്റ്റ് ആയിട്ടുള്ള കീ ആണ് ദാ ആ സെന്ററിൽ കാണുന്ന സാധനം. അത്യാവശ്യം തിളക്കുള്ള എന്തോന്നാണ്. ഡോറ പതി അതിന്റെ അടുത്തേക്ക് ചെന്നു. അത് കൈകൊണ്ട് എടുക്കുകയാണ്. അപ്പൊ തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കോമ്പസ് അതിനുള്ളിൽ വെക്കുന്നുണ്ട്. കാരണം ഇതെടുത്തു കഴിഞ്ഞാൽ ഓൺ ആവുന്ന എന്തെങ്കിലും ഒരു ട്രാപ്പ് ഇവിടെ ഉണ്ടാവുന്ന അവൾക്ക് ഉറപ്പായിരുന്നു. എന്തായാലും ആ സാധനത്തിന് പകരം ആ ഒരു കോമ്പസ് ഇട്ടത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ അങ്ങ് പോവാണ്. പക്ഷേ നല്ല ടൈറ്റായി വന്നപ്പോൾ ആ ഒരു കോമ്പസ് പൊട്ടിപ്പോവാണ്. അപ്പൊ തന്നെ അവിടെ ഉണ്ടായിരുന്ന ട്രാപ്പുകൾ ഓൺ ആവുന്നുണ്ട്. ഈ ഒരു ഗുഹയുടെ ചുറ്റുഭാഗത്തായിട്ട് മോയിലുകൾ ഉണ്ടായിരുന്നല്ലോ അതിന് മുഴുവൻ തീ പിടിക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഡോറയ്ക്ക് ഗുഹയുടെ മുകൾ ഭാഗത്തേക്ക് കയറാൻ കഴിയുന്നില്ല. പിന്നീട് എങ്ങനെയൊക്കെയോ നമ്മുടെ ഡിയാഗോ ഒരു കയറ് താഴേക്ക് ഇട്ടുകൊടുത്ത് ആ കയറിൽ പിടിച്ചാണ് ഡോറ മുകളിലേക്ക് കയറുന്നത്. എന്നാൽ അതിനിടയിൽ അവളുടെ ബാഗിലുണ്ടായിരുന്ന മാപ്പ് താഴേക്ക് വീണു പോവാണ്. അവൾക്ക് അത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്തായാലും അവൾ രക്ഷപ്പെട്ടു, മുകളിലേക്ക് എത്തി. അതുപോലെ തന്നെ പിന്നീട് വീട്ടിലേക്കും പോവാണ്. പിന്നീട് അവരുടെ ഫാമിലിയിലെ എല്ലാവരും ഭക്ഷണം ഇരുന്ന് കഴിക്കുന്ന സമയത്ത് ഡോറ മാത്രം ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഡിയാഗോ പറയാണ് അവളുടെ ആ ഒരു മാപ്പ് അവൾക്ക് നഷ്ടമായെന്ന്. ആ സമയത്ത് മുത്തശ്ശി വന്നിട്ട് ഡോറയോട് പറയണു, ഓ അതിനാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കാരണം ഈ കാട് മുഴുവൻ നിനക്ക് അറിയാലോ. ഇനിയിപ്പോ എന്തിനാ നിനക്ക് മാപ്പ്? ഇപ്പൊ ഡോറ പറയാണ് എനിക്ക് ആ മാപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു വഴികാട്ടിയല്ല, അതെന്റെ മുത്തശ്ശനാണ്. എന്റെ മുത്തശ്ശൻ എനിക്ക് തന്ന ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ഗിഫ്റ്റ് ആണത്. സോ അത് നഷ്ടമായാൽ എനിക്ക് വിഷമില്ലാതിരിക്കുവോ? ഇത് പറഞ്ഞ് ഡോറ അവിടുന്ന് പോവാണ് കേട്ടോ. അവളുടെ മുത്തശ്ശന്റെ കൂടെ എപ്പോഴും ഇരിക്കാറുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഇരിക്കുകയാണ്. സൂര്യാസ്തമനമായിട്ടുണ്ട്. അവൾ ആ അസ്തമിക്കുന്ന സൂര്യനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ഡിയാഗോ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. നീ എന്താ ഇവിടെ ഇരിക്കുന്നത് ചോദിച്ചപ്പോൾ ഇപ്പൊ ഡോറ പറയാണ് എന്റെ മുത്തശ്ശൻ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടോ, ആ സമയത്ത് ഒരു പച്ച വെളിച്ചം, ഒരു ഫ്ലാഷ് പോലെ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അതിനർത്ഥം നമുക്ക് നഷ്ടമായ ആരോ ഒരാൾ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് എന്നാ. എന്റെ മുത്തശ്ശൻ ഇപ്പൊ എന്റെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത്. ആ പച്ച വെളിച്ചം കാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി. ഈ സമയത്ത് നമ്മുടെ ഡിയാഗോ പറയണം നീ വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും. അതുപോലെ നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്. അതായത് നീ ടിവിയിലൊക്കെ കാണുന്ന കമീല ഉണ്ടല്ലോ, കമീലയാണ് ഇപ്പൊ നമ്മുടെ ജംഗിൾ വേൾഡിൽ മെയിൻ ആയിട്ടുള്ള ആങ്കർ ആയി വന്നത്. അതായത് ഇവിടെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പുറത്തുള്ള ആൾക്കാർക്ക് വരാനായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ജംഗിൾ വേൾഡ് എന്ന് പറയുന്നത്. അവിടെയാണ് ഡിയാഗോ ജോലി ചെയ്യുന്നത്. ഇപ്പൊ അവിടെ ആര് വന്നിട്ടുണ്ട്? കമീല വന്നിട്ടുണ്ട്. ഇത് കേട്ട സമയത്ത് നമ്മുടെ ഡോറയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എന്തായാലും ഞാനും അവിടെ ജോലിക്ക് കയറുകയാണ്, എനിക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയാം. എന്തായാലും ഇപ്പൊ നമ്മുടെ ഡോറ ഹാപ്പി ആയല്ലോ. അതുകൊണ്ട് തന്നെ ഡിയാഗോ പറയാൻ വന്ന എന്തോ ഒരു കാര്യം അവനിപ്പോ പറയാതെ എന്തോ ഒരു സാധനം അവന്റെ പോക്കറ്റിലേക്ക് തന്നെ വെക്കാണ്. എന്തായാലും പിന്നീട് ഡോറ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ജംഗിൾ വേൾഡിലേക്ക് അവള് ജോലിക്കായിട്ട് പോവാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ടാ വരുന്നത്. നേരെ പോകുന്നത് ഇവിടുത്തെ മാനേജറായിട്ട് ഇപ്പൊ പുതുതായിട്ട് ജോയിൻ ചെയ്ത കമീലയെ കാണാൻ തന്നെ. കമീലയെ കണ്ടപാട് തന്നെ അവള് തുള്ളിച്ചാടി പറയുന്നുണ്ട്, മേഡം ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്, നിങ്ങളുടെ എല്ലാ പ്രോഗ്രാമും ഞാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കാട്ടിലേക്ക് പോയിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ, എന്തൊരു രസമാണെന്ന് അറിയോ അതൊക്കെ കാണാനായിട്ട്. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ കമീല പറയണു, ഓഹോ നിനക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ, എന്തായാലും നമുക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ജോലിയൊക്കെ ചെയ്യാം. പിന്നീട് അവിടെ ജോലി ചെയ്യാനായിട്ടുള്ള ID കാർഡും കാര്യങ്ങളൊക്കെ അവൾക്ക് കൊടുക്കുകയാണ്. ഇതിനുശേഷം കമീല അവിടെ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഡോറ ചോദിക്കണം, മേഡം നിങ്ങൾ അടുത്തതായിട്ട് ഇനി എവിടെയാണ് പോകാൻ പോകുന്നത്? ഈ സമയത്ത് കമീല പറയാണ് അടുത്ത കാർഡ് കയറാനായിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അധികം വൈകാതെ ഞാൻ അങ്ങോട്ടേക്ക് പോകും, നീ എന്തായാലും പോയിട്ട് നിന്റെ ജോലി ചെയ്യുന്നു പറയാണ്. അതായത് ഡോറയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ ഉണ്ടല്ലോ അവരുടെ കൂടെ ഒരു ഗൈഡായിട്ട് പോയിട്ട് ഇവിടെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതിനായിട്ടൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ വണ്ടി ഓടിക്കുന്നത് നെയ്യ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ്. അവളെ കുറിച്ച് പറയുകയാണെങ്കിൽ വെറുതെ അങ്ങനെ വണ്ടി ഓടിക്കും, അതുപോലെ തന്നെ അതിന്റെ കൂടെ എപ്പോഴും സുഡോക്കും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ആ ഒരു വണ്ടി അങ്ങനെ പോവാണ്. മാത്രമല്ല ഈ നെയ്യയുടെ ഒരു അനിയനുണ്ട് സണ്ണി. ഈ സണ്ണി എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടാവട്ടെ. പിന്നീട് കാട്ടിലൂടെ ആ ഒരു വണ്ടി അങ്ങനെ പോകുമ്പോൾ ഡോറ ഓരോ കാര്യങ്ങൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ ആ സമയത്താണ് ഡോറ കാണുന്നത് ഈ അനിമൽസിന്റെ സൗണ്ട് ഒക്കെ വരുന്നത് അത് ഒറിജിനൽ ആയിട്ടല്ല, അവിടെ ഘടിപ്പിച്ച സ്പീക്കറിലൂടെയാണ്. അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ചടക്കുകയാണ്. അതുപോലെ മുതലയൊക്കെ കാട്ടിന്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്, അതൊന്നും ശരിക്കും മുതലയല്ല, പാവകളാണ്. പിന്നീട് ഒരു ചെറിയ അഗ്നിപർവ്വതത്തിന്റെ അടുത്തേക്ക് വരികയാണ്. അതിപ്പോ പൊട്ടുവേ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കിക്കോ എന്നൊക്കെ ഡോറ ഇങ്ങനെ പറയുമ്പോൾ ആകാംക്ഷയോടെ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുകയാണ്. എന്നാൽ ഒരുമാതിരി ഒരു ചീറ്റി പോവാണ് സംഭവം. ഡോറയ്ക്ക് ആകെ ചടക്കുന്നുണ്ട്, ആകെ വശകളായി പോയി. ഇതെന്തത് ഞാൻ വിചാരിച്ചതുപോലെയൊന്നും അല്ല, ഇവിടെ ഒരുമാതിരി എല്ലാം ഒരു ഡ്യൂപ്ലിക്കേറ്റ് പരിപാടി. എന്തായാലും ആ ഒരു റൗണ്ട് കഴിഞ്ഞ് അവള് വന്നിറങ്ങാണ്, ഒന്ന് ഫ്രീ ആയല്ലോ എന്ന് കരുതിയിട്ട്. എന്നാൽ അപ്പൊ തന്നെ ഉണ്ട് രണ്ടാമത്തെ റൗണ്ട് കൂടി ഉണ്ട്, നീ പോന്ന് പറയാണ്. അവൾക്ക് എന്തോ ഭയങ്കരമായിട്ട് ചടച്ചു പോവാണ്. എന്നാൽ അവൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഡിയാഗോയുടെ അടുത്ത് ചെന്ന് നോക്കുന്ന സമയത്ത് അവന്റെ ജോലി അടിപൊളിയാണ്. അതായത് ഒറിജിനൽ ആയിട്ടുള്ള പക്ഷികളൊക്കെ ഉണ്ടല്ലോ അതിന് കയ്യിലും ദേഹത്തൊക്കെ വെച്ച് അതെന്താണ് ഏതിനം പക്ഷിയാണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും നമ്മുടെ ഡോറയ്ക്ക് ഇഷ്ടം. എന്താ ചെയ്യാ, തൽക്കാലം ഡോറയ്ക്ക് കിട്ടിയ ജോലി ഇതാണ്, അപ്പോൾ ആ ജോലി അവൾ ചെയ്യണം. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും തിരിച്ചു പോണ്. ആ നേരം കീശയിലുള്ള എന്തോ ഒന്നെടുത്ത് ഡിയാഗോ അവളോട് പറയാൻ വരുന്ന സമയത്ത് അപ്പൊ തന്നെ ഡോറ പറഞ്ഞു, അയ്യോടാ എന്റെ ID കാർഡ് മറന്നുപോയി, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ID കാർഡ് എടുക്കാനായിട്ട് അവളിപ്പോ ഒരു ജംഗിൾ വേൾഡിന്റെ ഉള്ളിലേക്ക് പോവാണ്. എന്നാൽ പോയ സമയത്ത് രാത്രിയിൽ ആരൊക്കെയോ ഇവിടെ ചില പരിപാടികൾ ചെയ്യുന്നതായിട്ട് അവൾക്ക് കാണാൻ പറ്റി കേട്ടോ. അതായത് ഇത്രയും നേരം ഇവിടെ കാണാത്ത ആൾക്കാരാണ്. അപ്പൊ അവരെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഡോറ പോയ സമയത്ത് ഈ ജംഗിൾ വേൾഡ് ഉണ്ടല്ലോ ഇതിന്റെ നടുവിലായിട്ട് അവരൊരു കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒളിഞ്ഞിരുന്ന് ഡോറ ഇത് കാണുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ അവളുടെ പിന്നാലെ തന്നെ ഇപ്പൊ അങ്ങോട്ടേക്ക് ആര് വരികയാണ്, ഡിയാഗോ വരികയാണ്. അപ്പൊ അവനോട് ശബ്ദം ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഡോറ പറയാണ്, കാരണം ഇവിടെ ഇങ്ങനെ കുഴികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കള്ളന്മാരാണ്. എന്നാൽ ഒരു കാര്യം കണ്ട് നമ്മുടെ ഡോറ ആകെ
ഞെട്ടിപ്പോവാണ്. തൊട്ടപ്പുറത്തെ ടെന്റിൽ കമീല ഉണ്ടായിരുന്നു. കമീല വിളിച്ചിട്ടാണ് കള്ളന്മാർ ഇങ്ങോട്ടേക്ക് വന്നതും ഇവിടെ കുഴി തോണ്ടുന്നതും. അതായത് കമീലയ്ക്ക് എന്തോ ഒരു ബ്രേസ്ലെറ്റ് വേണം, അത് ഉപയോഗിച്ചിട്ട് സോൾ ഡൊറാഡോയിലേക്ക് അവൾക്ക് പോകണം, അതിനെ കണ്ടെത്തണം. സോ ആ ഒരു ബ്രേസ്ലെറ്റ് ഒഴികെ ബാക്കി എന്ത് കിട്ടിയാലും, ഇനിയിപ്പോ സ്വർണം കിട്ടിയാലും ഈ കള്ളന്മാരോട് എടുത്തേക്കാൻ പറഞ്ഞിരിക്കുകയാണ്. കമീലയ്ക്ക് വേണ്ടത് ആ ഒരു ബ്രേസ്ലെറ്റ് മാത്രമാണ്. കാരണം അതുണ്ടെങ്കിൽ സോൾ ഡൊറാഡോയിലേക്ക് പോകാൻ കഴിയും. പിന്നെ ഈ കമീലയുടെ കൂടെ എപ്പോഴും ഒരു കുറുനരി ഉണ്ടാവും കേട്ടോ, അതിന്റെ പേരാണ് സ്വൈപ്പർ. എന്തായാലും ഡോറയും ഡിയാഗും കൂടെ ഇപ്പൊ ശബ്ദം ഉണ്ടാക്കാതെ അവിടുന്ന് തിരിച്ചു പോകണം. ഡോറയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട്. എന്നാലും അവൾ വീട്ടിൽ വന്ന പാട് തന്നെ അവളുടെ മുത്തശ്ശന്റെ പഴയ ഒരു പുസ്തകം എടുത്ത് നോക്കുകയാണ്. ഡോറയോട് ഡിയാഗോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എന്താ നോക്കുന്നതെന്ന്. എന്ന ഡോറ അതിന്റെ പേജ് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ഡിയാഗോട് പറയണതാ, ഇത് കണ്ടോ, ഇതിലിരിക്കുന്ന ഈ രാജാവാണ് ഇങ്കാ വംശത്തിന്റെ അവസാനത്തെ രാജാവ്. അദ്ദേഹത്തിന്റെ കയ്യിൽ കിടക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, ഇത് ഉപയോഗിച്ചിട്ടാണ് സോൾ ഡൊറാഡോയിലേക്ക് പോകാൻ കഴിയുക. ഈ ബ്രേസ്ലെറ്റ് ആണ് ഇപ്പൊ അവിടെ വെച്ച് കമീല തേടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഡോറ ഡിയാഗോയോട് പറയാണ്, എന്തായാലും കമീല കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ സോൾ ഡൊറാഡോ നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് ഉപയോഗിച്ച് എനിക്ക് എന്റെ ആഗ്രഹം ആ ഒരു കല്ലിനോട് പറയണം. നഷ്ടപ്പെട്ട എന്റെ മാപ്പ്, എന്റെ മുത്തശ്ശൻ തന്ന ആ ഒരു മാപ്പ് അതെനിക്ക് തിരിച്ചു വേണം. ആദ്യമൊക്കെ ഡിയാഗോ എതിർത്തെങ്കിലും ഡോറയുടെ നിർബന്ധപ്രകാരം അവൻ സമ്മതിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഡോറ ഉണ്ടല്ലോ ജോലിക്കായിട്ട് വന്നിട്ട് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ കള്ളന്മാര് തോണ്ടിയില്ലേ, കുഴിയക്കെടുത്തില്ലേ, ആ ഭാഗത്തേക്ക് വന്നിരുന്നു ഒളിഞ്ഞു നോക്കുകയാണ്. ഇത്തവണ കുഴിച്ച സമയത്ത് അവർക്ക് എന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ട്, എന്തോ ഒരു സ്വർണ്ണപ്പെട്ടിയാണ്. അതുമായിട്ട് ഇവന്മാര് പോകുമ്പോൾ അവരുടെ പിന്നാലെ തന്നെ ഡോറയും കൂടുന്നുണ്ട്. അതായത് ഇവർ കുഴിച്ചെടുത്ത് കിട്ടുന്ന വസ്തുക്കളൊക്കെ വെക്കാനായിട്ട് ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ളിലേക്കാണ് അവർ പോകുന്നത്. അവിടെ ഇതുപോലെ തന്നെ വേറെയും കുറെ വസ്തുക്കൾ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സ്വർണ്ണത്തിന്റെ പെട്ടി അവിടെ വെച്ച് അവരവിടുന്ന് പോവുകയാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ നൈസായിട്ട് ഡോറ അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അവൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവളുടെ പിന്നാലെ തന്നെ മറ്റൊരാളുണ്ടായിരുന്നു. പെട്ടെന്ന് ആയതുകൊണ്ട് അവൾ ഞെട്ടിപ്പോയി. നോക്കുമ്പോൾ മറ്റാരുമല്ല, നമ്മുടെ ഡിയാഗോ തന്നെ. എന്തായാലും ഡോറയെ ഒറ്റയ്ക്ക് വിടാനായിട്ട് അവൻ തയ്യാറല്ല. ഇപ്പൊ ഡോറ അവനോട് പറയുന്നത്, ഒച്ച ഉണ്ടാക്കില്ലേ, വാ നമുക്കൊരു സാധനം നോക്കാണ്ടത്. അങ്ങനെ ഇപ്പൊ അവര് കൊണ്ടെന്ന് വെച്ചാൽ ഒരു സ്വർണ്ണപ്പെട്ടി ഉണ്ടല്ലോ, അതിനടുത്തേക്ക് ഇവര് വരികയാണ്. പക്ഷെ അത് തുറക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് ഡോറയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. അന്ന് ആ ഒരു ഗുഹയിൽ വെച്ച് അവൾക്കൊരു താക്കോല് കിട്ടിയായിരുന്നല്ലോ. ചിലപ്പോ അത് ഈ പെട്ടിയുടെ താക്കോലാണെങ്കിലോ. ഒരു ഊഹത്തിന്റെ പേരിൽ അവൾ അതിന്റെ മുകളിൽ ആ സാധനം വെച്ച് ഒന്ന് തിരിക്കുകയാണ്. എന്നാൽ അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഒരു സ്വർണ്ണത്തിന്റെ പെട്ടി പെട്ടെന്ന് അങ്ങ് തുറക്കുകയാണ് കേട്ടോ. അതിനുള്ളിൽ ഉണ്ടായിരുന്നു ഇങ്കാ രാജാവിന്റെ ആ ഒരു ബ്രേസ്ലെറ്റ്. പെട്ടി തുറന്നപാട് തന്നെ ആ ഒരു സാധനം പതിയെ എയറിലേക്ക് പൊന്തുകയാണ്. മാത്രമല്ല പിന്നീട് നമ്മുടെ ഡോറയുടെ കയ്യിൽ വന്നിട്ട് അത് ടൈറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ഡോറയ്ക്ക് ഇവിടെ മുതൽ സോൾ ഡൊറാഡോ അവിടേക്ക് പോകുന്നത് വരെയുള്ള ആ ഒരു വഴിയുണ്ടല്ലോ, അവളുടെ കണ്ണിലൂടെ മിന്നി മറഞ്ഞു പോവാണ്. അവളുടെ തലച്ചോറിലേക്ക് ഒരു ഓർമ്മ പോലെ ഇതെല്ലാം കയറുന്നുണ്ട്. അവൾ ഈ കാര്യം നമ്മുടെ ഡിയാഗോടും പറയുന്നുണ്ട്, എടാ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി എല്ലാം ഇപ്പൊ കാണുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. പക്ഷെ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് ഊരി വെക്കണല്ലോ. പക്ഷെ ഊരാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. ഇതേ നേരത്ത് തന്നെ കമീലയും അവളുടെ ആൾക്കാരും കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ ശബ്ദം കേട്ടപാട് തന്നെ ടേബിളിന്റെ അടിയിൽ കയറി ഒളിക്കുകയാണ് ഇവർ രണ്ടുപേരും. പിന്നീട് ആ ഒരു പെട്ടിയുടെ അടുത്തേക്ക് കമീല വന്ന സമയത്ത് അത് തുറന്നു എടുക്കുകയായിരുന്നു. അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. അപ്പൊ തന്നെ കമീലയ്ക്ക് മനസ്സിലായി ആരും ഇങ്ങോട്ടേക്ക് വന്ന് ഇതിനുള്ളിൽ ആ ഒരു ബ്രേസ്ലെറ്റ് മോഷ്ടിച്ചു എന്ന്. പുറത്തേക്ക് ഇറങ്ങി വേഗം അവരെ തപ്പി കണ്ടുപിടിക്കാൻ പറയണം. സോ ഈ ഒരു ഗ്യാപ്പിന് നമ്മുടെ ഡോറയും അതുപോലെ തന്നെ ഡിയാഗോയും കൂടെ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ ഒരു ഭാഗത്തേക്ക് അവളെ ഓടാൻ നിൽക്കുമ്പോൾ ഈ ബ്രേസ്ലെറ്റ് അവളെ സമ്മതിക്കുന്നില്ല, പിടിച്ച് വലിക്കുകയാണ്. നോക്കുമ്പോൾ എന്താണ്, ഇവർ മുന്നോട്ടേക്ക് പോകുന്ന ആ വഴിയിൽ തന്നെ കമീലയുടെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ബ്രേസ്ലെറ്റ് അവൾക്ക് സ്വയം വഴി കാണിച്ചു കൊടുക്കണം, ഇതാ ഇങ്ങോട്ടേക്ക് പോകുന്നു പറഞ്ഞിട്ട്. നോക്കുമ്പോൾ എന്താ, ഈ കാട്ടിലേക്ക് പോകാൻ, അതായത് അവിടെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നെയ്യ് ഓടിക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയിലേക്ക് കയറാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നെയ്യും നമ്മുടെ ടിയാഗും ആദ്യം എന്തോ പ്രണയത്തിലായിരുന്നു, ഇപ്പൊ എന്തോ അടിച്ച് പിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ഡോറയ്ക്ക് ആ വണ്ടിയിൽ കയറാൻ നിൽക്കുമ്പോൾ മനസ്സിലായിട്ടോ. അപ്പൊ ഡോറ പറയണത്, നിങ്ങളുടെ ഇടയിലൊക്കെ നമുക്ക് പിന്നെ സംസാരിച്ച് തീർക്കാം, ആദ്യം വണ്ടി എടുക്കുന്ന പറയണം. അതേ നേരം തന്നെ നെയ്യയുടെ അനിയനുണ്ടല്ലോ സണ്ണി, അവനും ചാടി കയറുകയാണ്. ഇത്രയും ദിവസം വളരെ പതിയായിരുന്നു വണ്ടി ഓടിച്ചത്. സത്യം പറഞ്ഞാൽ നെയ്യൊക്കെ അതൊട്ടും ഇഷ്ടമല്ലായിരുന്നു, വണ്ടി നല്ല സ്പീഡിൽ ഓടിക്കണമെന്നേ. അപ്പൊ കിട്ടിയ അവസരമല്ലേ ചവിട്ടി വിടാന്ന് പറഞ്ഞിട്ട് അവളങ്ങോട്ട് വിടുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഡോറയുടെ കയ്യിൽ കിടക്കുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് ഇപ്പൊ കമീല കാണുകയാണ്. അതുകൊണ്ട് തന്നെ അവളെ ഫോളോ ചെയ്ത് പിടിക്കാൻ വേണ്ടി കമീല അവളുടെ ആളുകളോട് പറയാണ്. ഇപ്പൊ കമീലയും അവളുടെ ആൾക്കാരും അവരുടെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഡിയാഗോ കയ്യിലുണ്ടായിരുന്ന കവണ ഉപയോഗിക്കുകയാണ് കേട്ടോ. ഓരോന്നിനും എഴുതി വീഴ്ത്തുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ സണ്ണി അവനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കുകയാണ്. ഈ ഊതുമ്പോ സൂചി പോലെ എന്തോ തെറിയുന്ന ഒരു സാധനമില്ലേ, ഈ കാട്ടിലെ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന ആ സൈസ് ഒരു വെപ്പണാണ്. ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സണ്ണി ഊതിയതാണ്. സാധനം ചെന്ന് കയറിയത് നമ്മുടെ ഡിയാഗോയുടെ കയ്യിലാണ്. അപ്പൊ തന്നെ അവന്റെ ബോധം പോകുന്നുണ്ട്. എന്തായാലും കമീല ഒഴികെ ബാക്കിയുള്ള എല്ലാവരും പാതി വഴിക്കുന്ന സ്റ്റെക്കായി പോവാണ്. കമീലയാണെങ്കിൽ ഒരു ബൈക്ക് എടുത്ത് ഇവരുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. എന്നാൽ ഒരു ട്രിക്കിലൂടെ കമീലയും അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിലേക്ക് ഇവർ തട്ടിത്തെറിപ്പിച്ചിടുകയാണ്. എന്നിട്ട് ഇവിടെ നിന്നും, അതായത് ജംഗിൾ വേൾഡ് എന്ന് പറഞ്ഞ ഈ പാർക്കിൽ നിന്നും ഇവർ നേരെ കാട്ടിലേക്ക് അടിച്ചു കയറി വിടുകയാണ് കേട്ടോ. ഇവിടെ സീൻ കട്ടായി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡിയാഗോയാണ്. അവന്റെ ബോധം പോയായിരുന്നല്ലോ, ഇപ്പൊ ബോധം വന്നു. നോക്കുമ്പോൾ തൊട്ട് മുന്നിൽ തന്നെ ഡോറയുണ്ട്, നെയ്യുണ്ട്, സണ്ണിയുണ്ട്. അപ്പൊ തന്നെ ഡോറ ഡിയാഗോയോട് പറയണത്, വേഗം എഴുന്നേക്ക്, നമുക്ക് കാട്ടിലേക്ക് പോകണമെന്ന് പറയാണ്. അങ്ങനെ ഇവര് നേരെ കാട്ടിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് ഡിയാഗോ തിരിഞ്ഞു നോക്കുമ്പോൾ അവര് വന്ന വണ്ടി ഉണ്ടല്ലോ താഴേക്ക് വീണ് തകിടം മറിഞ്ഞ് കിടക്കുകയാണ്. എന്തായാലും കാട്ടിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ നെയ്യ ഇവരെന്തിനാ ഈ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ കേൾക്കുന്നത് കേട്ടോ. അപ്പൊ നെയ്യ പറയണം, നിങ്ങൾ ഈ പറയുന്നത് പോലെയൊന്നും സോൾ ഡൊറാഡോ കണ്ടുപിടിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതിനൊക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഡോറ എന്താ ചെയ്തതെന്ന് അറിയോ, അവളുടെ ബാഗ് കൊണ്ടുപോയിട്ട് ആ കല്ല് വെക്കാണ്. എന്നിട്ട് അതിൽ നിന്നും എന്തൊക്കെയോ സാധനങ്ങൾ പുറത്തേക്ക്
എടുക്കുന്നുണ്ട്. ഫുഡ് ഉണ്ട്, ഡ്രസ്സ് ഉണ്ട്, ഡിയാഗോ ഉപയോഗിക്കുന്ന അവന്റെ ആ ഒരു റെസ്ക്യൂ ബാഗ് ഉണ്ട്, അതുപോലെ തന്നെ നെയ്യക്ക് വേണ്ടി ഒരു മെഡിക്കൽ കിറ്റ് തന്നെയുണ്ട്. എന്തായാലും ഈ കുഞ്ഞു ബാഗിന്റെ ഉള്ളിൽ ഇത്രയും സാധനം എങ്ങനെ കയറിയെന്നാ തിരിയാത്തത്. അങ്ങനെ അവർ ആ ഒരു കാട്ടിലേക്ക് പോകാൻ നിൽക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഡിയാഗോ ഡോറയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയണേ, ഞാൻ എന്തായാലും എല്ലാത്തിനും നിന്റെ കൂടെ ഉണ്ടാവുന്നു. അതേ സമയത്ത് തന്നെ ഡോറയ്ക്ക് ഒരു വിഷൻ വരുന്നുണ്ട്. അതായത് സോൾ ഡൊറാഡയിലേക്ക് പോകാനുള്ള വഴി അതൊരു വിഷൻ പോലെ അവളുടെ ഉള്ളിലേക്ക് വരികയാണ്. ഒരു മിന്നായം പോലെ അവൾ അത് കണ്ടു കേട്ടോ. ഒരു കല്ലറയാണ്, പക്ഷെ അങ്ങോട്ടേക്ക് എങ്ങനെ പോകണം എന്നുള്ള വഴി കാണിക്കുന്നില്ല. അങ്ങോട്ടേക്ക് പോകാൻ ആ മാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. പക്ഷെ മാപ്പ് ഇപ്പൊ കയ്യിലില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു ബ്രേസ്ലെറ്റിനോട് വീണ്ടും ചോദിക്കുകയാണ്, വഴി കാണിക്കുക. യാതൊരു റെസ്പോൺസും ഇല്ല. ഇനിയിപ്പോൾ ഇവര് തന്നെ വഴി കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോകണം. ഇപ്പൊ ഡോറ വലിയ കാര്യത്തിൽ പറയാണ്, എനിക്ക് വഴിയൊക്കെ അറിയാം, നിങ്ങൾ എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടി പോവാണ്. ഇതേ നേരം തന്നെ ഇവരുടെ വണ്ടി വന്ന് വീണ് കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് കമീലയും അവളുടെ ആൾക്കാരും എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വെച്ച് കാടിന്റെ ഏതോ ഒരു ഭാഗത്തേക്ക് അവർ പോയിട്ടുണ്ട്. ഈ കാര്യം കമീലയ്ക്ക് മനസ്സിലായി. അപ്പൊ ഏത് വഴിയിലൂടെയാണ് അവർ പോയത് എന്നറിയാൻ വേണ്ടിയിട്ട് അവളുടെ കയ്യിൽ ആ ഒരു കുറുനരി ഉണ്ടല്ലോ, സ്വൈപ്പ്, അവനെ കൊണ്ട് മണം പിടിപ്പിക്കുകയാണ്. അപ്പൊ അവർ പോയ ആ ഒരു വഴി സ്വൈപ്പിന് മനസ്സിലാകുന്നുണ്ട്. അത് അവൻ കാണിച്ചു കൊടുക്കുകയാണ്. അതിലൂടെ തന്നെ കമീലയും അവളുടെ ആ ഒരു ടീമും പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ഡോറ ആ ഫോറസ്റ്റിലൂടെ ഇവരെയും കൂട്ടിക്കൊണ്ട് അവളുടെ വിഷനിൽ കണ്ട ആ ഒരു കല്ലറ തേടി പോവാണ്. സത്യം പറഞ്ഞാൽ ഡോറയ്ക്ക് വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ. ഒരു ഏകദേശ കണക്കില് അവൾ അങ്ങനെ നടക്കുകയാണ്. ആ നേരത്താണ് അവളുടെ മുന്നിലേക്ക് ആ കുരങ്ങനുണ്ടല്ലോ ബുജി, അവൻ ചാടി വന്ന് വീഴുന്നത്. ബുജി ഇപ്പോ ഡോറയോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇത് നമ്മുടെ ഡിയാഗോ അതുപോലെ തന്നെ സണ്ണി, നെയ്യ ഇവർക്ക് 3 പേർക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ബുജി ഇപ്പോ നമ്മുടെ ഡോറയോട് ചോദിക്കുകയാണ്, അല്ല നീ എന്തിനാ കാട്ടിലേക്ക് വന്നത്? ഡോറ പറയണ, ഞാനൊരു കല്ലറ തേടി വന്നതാണ്, അതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ബുജി പറയണം, അതെനിക്കറിയാം, ഞാൻ നിങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാന്ന്. അങ്ങനെ ബുജി ഇപ്പോൾ ഇവരെയും കൂട്ടി നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തി നോക്കിയ സമയത്ത് ഡോറ അവളുടെ വിഷനിൽ കണ്ട അതേ കല്ലറ തന്നെ, എന്നാൽ അത് മൂടപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ. ഡോറ എന്താക്കി, അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചാവി ഉണ്ടല്ലോ, അന്ന് ആ ഒരു ഗുഹയിൽ നിന്ന് കിട്ടിയ ചാവി, അത് ഉപയോഗിച്ച് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് തിരിക്കുകയാണ്. ആ നേരത്ത് ആ ഒരു കൽപ്പാളി അത് തുറന്നു വരികയാണ്. ഗുഹയുടെ ഉള്ളിലേക്കുള്ള വാതിൽ തുറക്കപ്പെട്ടു. ഇനി ഉള്ളിലേക്ക് ഇവർക്ക് പോകാം. 4 പേരും ഉള്ളിലേക്ക് പോവാണ്. പക്ഷേ ബുജി അവൻ പുറത്തു തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് വഴിയൊക്കെ ഭയങ്കരമായിട്ട് അഴുക്കായി കിടക്കുകയാണ്. ചെറിയ ചെറിയ പ്രാണികൾ, അങ്ങനെ ഓരോ ജീവികളൊക്കെ അവിടെ ഉണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നെയ്യൊക്കെ ഭയങ്കരമായിട്ട് അറപ്പാകുന്നുണ്ട്. എന്തായാലും ഡോറ മുന്നിൽ തന്നെ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്ന സമയത്ത് വലിയൊരു അറയുടെ അടുത്തേക്ക് ഇവരെത്തുന്നുണ്ട്. അതിനുള്ളിലേക്ക് കയറിയ സമയത്ത് കാണുന്ന എന്താണ്, കുറച്ച് കയറുകൾ ഇങ്ങനെ വരിയായിട്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അതിന്റെ ഓരോ ഭാഗത്തായിട്ട് ഓരോ കെട്ടുകളുണ്ട്. അതായത് നമ്മളിപ്പോൾ പുസ്തകത്തിൽ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കുന്നില്ലേ, അതുപോലെ പണ്ടത്തെ ഇങ്കാ വംശങ്ങൾ അവരുടെ ഭാഷയിൽ ചെയ്തു വെച്ച കാര്യങ്ങളാണിത്. ഇതിന് പറയുന്ന പേരാണ് കീപ്പു എന്ന് നിങ്ങൾ ഓർത്തു വെച്ചോ കേട്ടോ. എന്തായാലും കീപ്പുവിൽ എന്താണ് എഴുതിയത് എന്ന് അവൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരത്ത് തന്നെ ഡോറ പറയുന്നുണ്ട്, ഇവിടെ കാണുന്ന യാതൊരു ലിവറിലും പിടിച്ചമർത്താൻ പാടില്ല. എന്നാൽ സണ്ണി അപ്പൊ തന്നെ അറിയാതെ എന്തോ ഒന്നിൽ പിടിച്ച് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പൊ തന്നെ ചുറ്റുമുള്ള കല്ലുകൾ കിടന്ന് കറങ്ങാൻ തുടങ്ങി. അധിക നേരമില്ല, ഇത് ഫുൾ ആയിട്ട് മൂടപ്പെടാൻ പോവാണ്. എല്ലാവർക്കും ആകെ പേടിയെ. എന്നാൽ അപ്പൊ തന്നെ ഡോറ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കീപ്പ് ഉണ്ടല്ലോ, അതിലെ ഓരോ കാര്യങ്ങൾ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡോറയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതിന്റെ ഒത്ത ഭാഗത്തായിട്ട് കുറെ തലയോട്ടിയുള്ള ഒരു കല്ലറയുണ്ട്, അതിന്റെ ഉള്ളിൽ കയറി നിൽക്കണമെന്ന്. ഡോറ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും അതിനുള്ളിൽ കയറി കിടക്കുകയാണ്. പിന്നീട് ആ ഒരു അറ പൂർണ്ണമായിട്ടും അടഞ്ഞു പോയപ്പോൾ ഇതിന്റെ അടിഭാഗം തുറക്കുകയാണ്. അങ്ങനെ ആ തലയോട്ടികളും ഇവരും എല്ലാവരും താഴെയുള്ള മറ്റൊരു അറയിലേക്ക് വന്ന് വീഴുന്നുണ്ട്. അവിടെയും പുറത്തു കടക്കാനായിട്ട് പ്രത്യേകിച്ച് വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചെറിയൊരു ദ്വാരവും അതിലൂടെ ചെറിയൊരു പ്രകാശവും വരുന്നുണ്ട്. വേഗം തന്നെ ഇവർ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കട്ടയെല്ലാം തള്ളി മറിച്ചൊരു വഴി ഉണ്ടാക്കി അപ്പുറത്തെ അറയിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ അതിനുള്ളിൽ എത്തിയ സമയത്ത് ഒരു പീഠം, അതിന്റെ മുകളിലായിട്ട് നല്ല ഭംഗിയുള്ള തിളങ്ങുന്ന ഒരു കല്ല് കാണുകയാണ്. അതിന്റെ ആ ഒരു പ്രകാശമാണ് നേരത്തെ ആ ഒരു കല്ലിന്റെ വിടവിലൂടെ ഇവർ കണ്ടത്. ആ കല്ലിപ്പോ ഡോറ എടുക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിലേക്ക് ഈ കല്ല് വെക്കുമ്പോൾ കറക്റ്റായിട്ട് അത് അവിടെ ഫിറ്റ് ആയി നിൽക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഇനി അടുത്തതായിട്ട് എവിടെയാണ് പോകേണ്ടത് എന്നുള്ള ആ ഒരു വിഷൻ കൂടെ നമ്മുടെ ഡോറയ്ക്ക് വന്നു പോവാണ്. ഒരുപാട് മക്കാവോ പക്ഷികൾ അവരങ്ങനെ കൂടി താമസിക്കുന്ന ഒരു മരമുണ്ട്, അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. എന്തായാലും പിന്നീട് ഇനി അങ്ങോട്ടേക്ക് പോകണം. അങ്ങോട്ടേക്കുള്ള വഴി എങ്ങനെയെങ്കിലും ആദ്യം കണ്ടുപിടിക്കണം. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് നല്ല മഴ, അതുകൊണ്ട് ഇനി പോകണ്ട, നാളെ പോകാന്ന് പറഞ്ഞിട്ട് ഇവരവിടെ റെസ്റ്റ് എടുക്കുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ മഴയൊന്നും വകവെക്കാതെ കമീലയും അവളുടെ ആൾക്കാരും കൂടെ കറക്റ്റായിട്ട് ഡോറ വന്ന വഴിയിലൂടെ തന്നെ വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഇതൊന്നും അറിയാതെ ഡോറയും അവളുടെ കൂട്ടുകാരും കൂടെ വിശ്രമിക്കുകയാണ്. ആ സമയത്ത് നെയ്യ ചെറുതായിട്ടൊന്ന് മയങ്ങി പോവാണ് കേട്ടോ. അപ്പൊ അവളുടെ മുകളിലൂടെ ഒരു വലിയ പാമ്പ് അങ്ങനെ പോകുന്നുണ്ട്. പാമ്പിനെ കണ്ട വാട് തന്നെ നെയ്യ കിടന്ന് കൂക്കി നിലവിളിക്കുകയാണ്. എന്നാൽ ആ സമയത്ത് വളരെ കൂളായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ഡിയാഗോ ആ ഒരു പാമ്പിനെ എടുക്കുകയാണ്. എന്നിട്ട് അതിനെ കയ്യിലെടുത്ത് കൈകൊണ്ട് തടവിയിട്ട് പറയണം, നീ പേടിക്കൊന്നും വേണ്ട, ഇത് വിഷമില്ലാത്ത പാമ്പാണ്. എന്തായാലും പാമ്പ് മേത്ത് നിന്ന് പോയപ്പോഴാണ് നമ്മുടെ നെയ്യയ്ക്കൊരു ആശ്വാസമായത് കേട്ടാ. അതുപോലെ തന്നെ രണ്ടുപേരും ആദ്യം പ്രണയത്തിലൊക്കെ ആയിരുന്നല്ലോ, പിന്നീട് എങ്ങനെയോ ബ്രേക്കപ്പ് ആയതാണ്. സോ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതായത് നെയ്യ പറയുന്നത് കാട്ടിലേക്ക് വരണ്ടായിരുന്നു, ഇതൊരു ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. അതേ കാര്യം തന്നെ ഡിയാഗോയും പറയുന്നുണ്ട്, ശരിയാണ്, നീ പറഞ്ഞതുപോലെ വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. ഈ കാര്യം അവിടെ ഉണ്ടായിരുന്ന ഡോറ അവള് കേൾക്കാണ്. അതായത് ഡോറ മറ്റെന്തോ ഒരു ആവശ്യത്തിന് ഇവിടുന്ന് പോയ സമയത്താണ് ഇവർ രണ്ടുപേരും ഈ കാര്യം സംസാരിച്ചത്. ഡോറയ്ക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമാവുകയാണ്. എന്നാൽ ആ സങ്കടം മുഖത്ത് കാണിക്കാതെ അവൾ അങ്ങോട്ട് വന്നിട്ട് ഭയങ്കര ജോളിയായിട്ട് തന്നെ സംസാരിക്കുകയാണ്. അതുപോലെ ഡോറ പറയുന്നുണ്ട്, നമ്മൾ ആരെങ്കിലും ഒരാൾ ഉണർന്നിരിക്കണം, എന്നാലേ ശത്രുക്കൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഡോറ ഇത് പറഞ്ഞ വേർഡിന് സണ്ണി പറയണം, ഞാൻ ഉറങ്ങാതിരുന്നോളാം, നിങ്ങൾ എല്ലാവരും കിടന്നുറങ്ങിക്കോ എന്ന് പറയണം. അവനങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ബാക്കിയുള്ള 3 പേരും
കിടന്നുറങ്ങുകയാണ്. അവരുറങ്ങി ഒരു 10 മിനിറ്റ് തികച്ചു കഴിഞ്ഞില്ല. ദാണ്ടെ കിടക്കുന്ന സണ്ണി അവൻ അപ്പം തന്നെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ 4 പേരും നല്ല ഉറക്കത്തിലായ സമയത്ത് കുറ്റിക്കാട്ടിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വരുന്നുണ്ട്. മറ്റാരുമല്ല, കമീലയുടെ ആ ഒരു നായ ഉണ്ടല്ലോ, സ്വൈപ്പ്, അവനായിരുന്നു. ഇവൻ വന്നപാട് തന്നെ ഡോറയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് കടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് അത് ഊരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോറയുടെ ആ ഒരു വലിയ ബാഗ് എടുത്തുകൊണ്ട് അവൻ അവിടുന്ന് പോവാണ്. ഈ കാര്യമൊന്നും ഇവരാരും അറിയുന്നില്ല കേട്ടോ. അവർ ഈ കാര്യം അറിയുന്നത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ്. ഡോറ നോക്കുമ്പോൾ അവളുടെ ബാഗ് കാണാനില്ല. ഈ സമയത്ത് ഡിയാഗോ പറയാണ്, നിന്റെ ബാഗ് ഇല്ലാതെ എന്തായാലും നമുക്ക് കാട്ടിലേക്ക് പോകാൻ കഴിയില്ല. ഇപ്പൊ ഭക്ഷണമില്ല, ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാന്ന് ഡിയാഗോ പറയുന്നുണ്ട്. എന്നാൽ ഡോറ പറയണ, നീ എന്താ ഡിയാഗോ പറയുന്നത്? എന്നോട് പറഞ്ഞല്ല എന്റെ കൂടെ വരുമെന്നൊക്കെ. എന്നാൽ ഡിയാഗോ സമ്മതിക്കുന്നില്ല. വേണ്ട വേണ്ട, ഇതൊന്നും ഇല്ലാതെ നമുക്ക് കാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ പെട്ടുപോകുന്നു പറഞ്ഞിട്ട് ഡിയാഗോ പോകാൻ നിൽക്കുമ്പോൾ ഡോറയുടെ കയ്യിലുണ്ടായിരുന്ന ബ്രേസ്ലെറ്റ് തനിയെ ഊരി പോയിട്ട് ഡിയാഗോയുടെ കയ്യിലങ്ങ് കൊടുങ്ങുകയാണ്. എന്നിട്ട് അവനെ തിരിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്. അവിടുന്ന് 4 വട്ടം ഒരു കറക്കലും ഒരു മരത്തിൽ കൊണ്ടുപോയിട്ട് ഒരു തേമ്പലാണ്. ഈ സമയത്ത് ഡിയാഗോ പറയുന്നത്, ഇല്ല ഇല്ല, ഞാൻ പോകുന്നില്ല, എന്തായാലും ഞാൻ ഡോറയുടെ കൂടെ ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ആ ഒരു ബ്രേസ്ലെറ്റ് ഒന്ന് കൂളാവുന്നത്. ഇതേ നേരം ഡിയാഗോയുടെ അടുത്തേക്ക് വന്നിട്ട് ഡോറ പറയണ, കണ്ടോ, ആ ഒരു ബ്രേസ്ലെറ്റ് ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുന്നത് നിന്നെയാണ്. എന്നാൽ ഡിയാഗോയ്ക്ക് അത്ര സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പല തവണയായിട്ട് ഡിയാഗോ ഒരു കാര്യം ഡോറയോട് പറയാൻ വന്നല്ലോ. അതെന്താന്ന് വെച്ചാൽ അമേരിക്കയിൽ ഏതോ നല്ല യൂണിവേഴ്സിറ്റിയിൽ അവന് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. പഠിക്കാൻ പോകാൻ നിൽക്കുകയാണ് അവന്. ഇന്നാണ് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ഫ്ലൈറ്റ് ഉള്ളത്. സോ ഇനി ഇവിടെ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലൈറ്റ് മിസ്സാവും. അതുപോലെ തന്നെ നീ ഒരു കുട്ടിയാണെന്ന് കരുതിയിട്ടാണ് ഇത്രയും കാലം നിന്റെ കൂടെ ഞാൻ കാട്ടിലേക്കൊക്കെ വന്നത്. പക്ഷേ ലൈഫ് മുഴുവൻ നിന്റെ കൂടെ ഇങ്ങനെ വരാൻ പറ്റുമോ? പക്ഷെ എന്തായാലും ഇത്തവണ ഞാൻ നിന്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ട് അവളുടെ കൂടെ വീണ്ടും നമ്മുടെ ഡിയാഗോ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും നേരെ പോവുകയാണ്. അങ്ങനെ അവസാനം ആ ഒരു കാട്ടിലൂടെ ഒരുപാട് നടന്ന് ഇവർ ആ ഒരു സ്ഥലം കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ഡോറയുടെ വിഷനിൽ വന്ന ഒരുപാട് മെക്കാവോ പറവകളുള്ള ആ ഒരു മരത്തിന്റെ അരികിലേക്ക്. എന്നാൽ അതിന്റെ താഴ്ഭാഗത്തും ഈ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു വാതിലുണ്ടായിരുന്നു. തുറക്കാനുള്ള കീ നമ്മുടെ ഡോറയുടെ കയ്യിലുണ്ടല്ലോ. ആ കീ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് തിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഡോറും തുറന്നു വരുന്നുണ്ട്. പിന്നീട് ഇവർ 4 പേരും അതിനുള്ളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ബുജി പുറത്തു തന്നെ ഇരിക്കുകയാണ് കേട്ടോ. കാവലായിട്ട് ഇറങ്ങി പോകേണ്ടി വന്നില്ല. ഒരുമാതിരി സ്ലൈഡ് ചെയ്ത് പോകുന്നത് പോലെയുള്ള ഒരു വഴിയായിരുന്നു. കാല് വെച്ചത് 4 പേരും തെന്നി താഴേക്കങ്ങ് പോവുകയാണ്. അങ്ങനെ വലിയൊരു കുഴിയുടെ മുന്നിലാണ് ഇവരെത്തുന്നത്. അവിടെ ഒരുപാട് കയറുകൾ അങ്ങനെ തൂങ്ങിക്കിടുകയാണ്. ഇതെല്ലാം ആ ഒരു പഴമക്കാരുണ്ടാക്കി വെച്ച കീപ്പുകളാണ്. അതിലെ ഓരോ കെട്ടും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും തൊട്ടുമുന്നിൽ കുഴിയാണ്. എങ്ങനെയെങ്കിലും ഇത് കടന്ന് അപ്പുറത്തേക്ക് പോയാലേ ഇനി അടുത്ത ക്ലോവിലേക്ക് ഇവർക്ക് എത്താൻ കഴിയുള്ളൂ. സോ അതിലൊരു കയറ് പിടിച്ച് നമ്മുടെ ഡോറ ആടി തൂങ്ങി അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുമ്പോൾ അത് പൊട്ടി താഴേക്ക് വീഴാണ്. എന്നാൽ എന്തോ ഭാഗ്യത്തിന് ഡിയാഗോയ്ക്ക് ഒരു പിടുത്തം കിട്ടി. അതുകൊണ്ട് മാത്രം ഡോറ രക്ഷപ്പെട്ടു എന്ന് പറയാലോ. പിന്നീട് ഡോറയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് ഈ കയറൊന്നും വെറുതെ വെച്ചതല്ല, ഇതും ഒരു ട്രാപ്പാണ്, ഒരു പസിൽ പോലെ. ഈ പസിൽ നമ്മൾ സോൾവ് ചെയ്യണം. അങ്ങനെ ഇവർ നോക്കുമ്പോൾ അവിടെ കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു പീഠ ഉണ്ടായിരുന്നു. അതിന് മുകളിൽ കുറെ കല്ലുകൾ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ആ ഒരു പസിൽ. 24 മണിക്കൂറും സുഡോക്കോ കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നെയ്യക്ക് ഇതെന്താന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അത് അവൾ സോൾവ് ചെയ്യാന്ന് പറഞ്ഞ് അവൾ അത് കളിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അത് കളിക്കുന്ന സമയത്ത് ഓരോ നമ്പറുകൾ കിട്ടും. സോ ആ നമ്പറിന്റെ അടിസ്ഥാനത്തിലുള്ള കയറുകളുണ്ട്. അതിൽ തൂങ്ങി വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അപ്പൊ ഈ ഒരു പരിപാടി ചെയ്യുന്ന ഡിയാഗോയാണ്. അങ്ങനെ നമ്മുടെ നെയ്യ ആ ഒരു പസിൽ സോൾവ് ചെയ്യും. ഓരോ നമ്പർ കിട്ടും. ആ നമ്പർ അനുസരിച്ച് അവന് പറഞ്ഞു കൊടുത്ത് അവസാനം പിടിച്ച് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് കുഴിയുടെ നടുവിലായിട്ട് ഒരു പീഠമുണ്ട്. അതിലേക്ക് അവൻ എത്തിയിട്ടുണ്ട്. അതിലെന്തോ ഒരു ലിവർ ഉണ്ടായിരുന്നു. അത് പിടിച്ച് വലിച്ച സമയത്ത് താഴെ നിന്നും 2-3 പാലം മുകളിലേക്ക് പൊന്തി വരികയാണ്. അപ്പൊ ആ ഒരു പാലത്തിലൂടെ ഡോറയ്ക്കും നെയ്യയ്ക്കും അതുപോലെ തന്നെ സണ്ണിക്കും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയാട്ടോ. അങ്ങനെ ആ ഒരു പാലം കടന്നുകൊണ്ട് ഇതിന്റെ അപ്പുറത്തുള്ള മുറിയിലേക്ക് ഇവരെത്തുകയാണ്. അതേസമയം നല്ല തിളക്കമുള്ളൊരു സാധനം ഒരു പീഠത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഡിയാഗോ അതെടുത്ത് ആ ഒരു ബ്രേസ്ലെറ്റിലേക്ക് വെക്കുകയാണ്. എന്നാൽ ഈ ഒരു കല്ല് ബ്രേസ്ലെറ്റിൽ വെക്കുന്ന സമയത്ത് ഡോറയ്ക്ക് ഉണ്ടായതുപോലെയുള്ള ആ ഒരു വിഷൻ അവന് വരുന്നില്ല കേട്ടോ. അതുപോലെ അവിടെ നോക്കുന്ന സമയത്ത് ഡോറയെ കാണാനുമില്ല. അവൾ അപ്പുറത്തെ ആ ഒരു പാലത്തിൽ പോയി ഇരിക്കുകയായിരുന്നു. മാത്രമല്ല അവൻ നോക്കിയ സമയത്ത് ഭയങ്കരമായിട്ട് ഡോറ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഡോറ പറയണത്, എനിക്ക് എന്റെ മാപ്പ് നഷ്ടമായി. അതുപോലെ വരുന്ന വഴിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഓരോ സാധനങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഡിയാഗോ നിന്നെയും നഷ്ടമാകോ എന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇപ്പൊ പഴയതുപോലെ ഒരു ആത്മവിശ്വാസവും ഇല്ല. പിന്നെ ആ ഒരു മാപ്പ് അത് കയ്യിലില്ലാത്തത് കൊണ്ട് ഒരു വനം എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ഒരാളായിട്ടൊന്നും എനിക്ക് തോന്നില്ല എന്നെ. എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇപ്പൊ കിട്ടുന്നില്ലടോ. നീ കണ്ടതല്ലേ, ഞാൻ വന്ന പാട് തന്നെ അബദ്ധത്തിൽ ആ ഒരു കയർ കയറി പിടിച്ചതും അവിടുന്ന് താഴേക്ക് പോയതും. പിന്നെ നീയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അതായത് നീ ഇല്ലെങ്കിൽ ഞാൻ ബിഗ് സീറോയാണ്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മുടെ ഡിയാഗോ പറയുന്നത്. ഡോറ അങ്ങനെയൊന്നുമല്ല. അതായത് നിനക്കൊന്നും അറിയാഞ്ഞിട്ട് കൂടെ, കയ്യിൽ മാപ്പ് ഇല്ലാഞ്ഞിട്ട് കൂടെ കറക്റ്റായിട്ട് 2 സ്ഥലത്തേക്ക് നീ ഞങ്ങളെ കൊണ്ടുവന്നു. അതായത് നിന്റെ ഉള്ളിൽ നിന്റെ ടാലന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ബ്രേസ്ലെറ്റ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ ആരെയല്ല, നിന്നെയാണ്. ഒരുപാട് കാലമായിട്ട് പലരും തേടിയിട്ട് കിട്ടാത്ത ആ ഒരു സാധനം ഉണ്ടല്ലോ, സോൾ ഡൊറാഡ, അത് നിന്നെ തന്നെയാണ് കാത്തിരിക്കുന്നത്. നീ എന്തായാലും എഴുന്നേറ്റ്, ഞാൻ എന്തായാലും നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ആത്മവിശ്വാസം കൊടുത്ത് ഇപ്പൊ ഡോറയുടെ കൂടെ ആ ഒരു ഗുഹയുടെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ വീണ്ടും ആ ഒരു വിഷൻ വരികയാണ്. എന്നാൽ ഇത്തവണ ഡോറയ്ക്കല്ല, ഡിയാഗോയ്ക്കാണ് ആ ഒരു വിഷൻ കിട്ടുന്നത്. അപ്പൊ മൂന്നാമതായിട്ട് ഇനി അവർ ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്നാൽ ആ ഒരു ഗുഹയുടെ പുറത്തേക്ക് ഇറങ്ങി അതേ നേരം തന്നെ അവിടെ ഒളിച്ചിരുന്ന നമ്മുടെ കമീലയും അതുപോലെ തന്നെ അവളുടെ ആളുകളും ഇവർ പിടിച്ചു കെട്ടുകയാണ്. പിന്നീട് ഡോറയോട് ആ ഒരു ബ്രേസ്ലെറ്റ് തരാൻ പറയുന്ന സമയത്ത് അതെന്റെ കയ്യിൽ നിന്ന് ഊരിയെടുക്കാൻ കഴിയില്ല, അത് അവിടെ ഉറച്ചുപോയി. ഓ കുഴപ്പമൊന്നുമില്ല, നിന്റെ കൈ വെട്ടിയെടുത്ത് അത് ഞങ്ങൾ ഊരിയെടുത്തോളാന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ വെട്ടാൻ നിൽക്കുമ്പോൾ ഡിയാഗോ പറയാണ് അത് അവളുടെ കയ്യിലല്ല, എന്റെ കയ്യിലാണെന്ന്. ഓഹോ അങ്ങനെയാണെങ്കിൽ
നിന്റെ കൈ തന്നെ വെട്ടിയെടുക്കാന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ ഒരാളെ കൊണ്ട് അവന്റെ കൈ വെട്ടിക്കുകയാണ്. എന്നാൽ അതേ നേരം തന്നെ ആ ഒരു കത്തിയെ ആ ഒരു ബ്രേസ്ലെറ്റ് തട്ടി തെറിപ്പിച്ച് കളയുന്നുണ്ട്. അതായത് അവന്റെ കയ്യിൽ നിന്നും ആ ഒരു ബ്രേസ്ലെറ്റ് ഊരി എടുക്കാൻ പറ്റില്ല എന്ന് കമീലയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനെ തൂക്കിയെടുത്ത് പോവാന്ന് കമീല പറയാണ്. ഡിയാഗോ കൊണ്ടുപോകുന്നതിന്റെ കൂടെ ഇപ്പൊ നെയ്യേയും കൊണ്ടുപോകുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബുജിയെ ഒരു കൂട്ടിലാക്കിയിട്ടും കൊണ്ടുപോകുന്നുണ്ട്, സണ്ണിയും കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഡോറയെ കൊണ്ടുപോകുന്നില്ല. പകരം അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കുഴിയിലേക്ക് ഡോറയെ ഇപ്പോ ഈ ഒരു കമീല തള്ളിയിടുകയാണ്. താഴേക്ക് വീണ ഡോറയുടെ ബോധം തന്നെ നഷ്ടമാകുന്നുണ്ട്. പിന്നീട് ഇവരെ എല്ലാം കൂട്ടിക്കൊണ്ട് കമീല ഒരു നദിയുടെ അടുത്തേക്ക് പോവാണ്. കാരണം നേരത്തെ ഡോറയും അതുപോലെ തന്നെ ഡിയാഗോയും ആ ഒരു ഗുഹയുടെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു നദിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അതായത് മൂന്നാമത്തെ സ്ഥലം അങ്ങോട്ടേക്കാണ്. അപ്പൊ ആ ഒരു നദി തേടി കമീല ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. കൂടെ തന്നെ അവളുടെ ആളുകളും ഉണ്ട്, പിന്നെ നമ്മുടെ ഡിയാഗോ ഉണ്ട്, സണ്ണി ഉണ്ട്, നെയ്യുണ്ട്, ബുജിയുണ്ട്. അങ്ങനെ ആ നദിയുടെ അരികിൽ ഇവരെത്തി. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. അതിനുള്ളിലേക്കും ഇവർ കയറി. എന്നിട്ട് ഇവരെ 3 പേരെയും കെട്ടിയിടുകയാണ്. നെയ്യും സണ്ണിയും ഡിയാഗോയും. അതുപോലെ തന്നെ നമ്മുടെ ബുജി ഒരു കൂട്ടിലിട്ട് പൂട്ടുകയാണ്. ഇനി ഇവിടെ നിന്നും ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ ഒരു രഹസ്യവാതിലുണ്ട്, അത് കണ്ടുപിടിക്കണം. അത് എവിടെയാണെന്ന് ഡിയാഗോയോട് കമീല ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഡിയാഗോ പറയണം, അതൊന്നും എനിക്ക് അറിയില്ല, അത് അറിയുന്നത് ഡോറയ്ക്ക് മാത്രമാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഡോറയാണ്. ഇപ്പൊ രാത്രിയായിട്ടുണ്ട്. അവള് ബോധം കെട്ട് കിടക്കുകയായിരുന്നല്ലോ. രാത്രിയായ സമയത്താണ് അവളുടെ ബോധം തിരിച്ചു കിട്ടുന്നത്. അവളുടെ കാലിനൊക്കെ ചെറിയ വേദന ഉണ്ടായിരുന്നു. എന്തായാലും എഴുന്നേറ്റ് നോക്കിയ സമയത്ത് ചുറ്റും ആരുമില്ല, അത്യാവശ്യം ഇരുട്ടുണ്ട്. ഈ കാട്ടിലേക്ക് ഒരുപാട് തവണ ഡോറ വന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ ഈ കാട് കാണുമ്പോൾ അവളുടെ ഉള്ളിൽ എന്തോ ഒരു പേടി പോലെ. ചുറ്റും പല ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അവള് ഭയത്തോട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കാടിനുള്ളിൽ നിന്നും ഒരുപാട് മിന്നാമിനുങ്ങുകൾ അവളുടെ അരികിലേക്ക് വരികയാണ്. അതൊരു രൂപമായിട്ട് മാറുകയാണ്. അവൾ നോക്കുമ്പോൾ അത് അവളുടെ മുത്തശ്ശനായിരുന്നു. മുത്തശ്ശന്റെ കയ്യിൽ മുത്തശ്ശൻ അന്ന് അവൾക്ക് കൊടുത്ത ആ ഒരു മാപ്പ് ഉണ്ടായിരുന്നു. ഈ സമയത്താണ് പെട്ടെന്ന് ഡോറയ്ക്ക് അവളുടെ മുത്തശ്ശി പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്. മോൾ എന്തിനാ വിഷമിക്കുന്നത്? ആ മാപ്പ് നഷ്ടപ്പെട്ടാലും കാട്ടിലെ വഴികളൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാലോ. അതുപോലെ തന്നെ ഡോറയുടെ എല്ലാമായ ഡിയാഗോ, അവൻ പറഞ്ഞ കാര്യം ഡോറയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്. ഡോറ, നീ ഒരു അടിപൊളി എക്സ്പ്ലോറർ ആണ്. ഈ കാട് മുഴുവൻ നിനക്കറിയാം. ശരിയാണ്, ഈ കാട് മുഴുവൻ ഡോറയ്ക്ക് അറിയാം. ചെറുപ്പകാലത്തിൽ അവൾ അപ്പൂപ്പന്റെ കൂടെ ഈ കാട്ടിലേക്ക് പല തവണ വന്നിട്ടുണ്ട്. ഈ കാട്ടിൽ അവൾ കാണാത്ത ഒരു സ്ഥലവുമില്ല. അതുകൊണ്ടാണ് വഴി അറിയാഞ്ഞിട്ട് കൂടെ 2 സ്ഥലത്തേക്ക് അവൾക്ക് കറക്റ്റായിട്ട് വരാൻ കഴിഞ്ഞത്. അതായത് അവളുടെ ഓർമ്മയിൽ എവിടെയോ ഈ കാര്യങ്ങളൊക്കെ സേവ് ആണ്. അതുപോലെ ഇപ്പൊ അവളുടെ മുന്നിൽ വന്ന ആ ഒരു മിന്നാമിനുങ്ങളൊക്കെ വെറും ഒരു ഇലൂഷൻ ആയിരുന്നു. എല്ലാം പെട്ടെന്ന് മാഞ്ഞു പോവാണ്. അതായത് ഇനി എങ്ങോട്ടേക്കാ പോവേണ്ടതെന്ന് ഡോറയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അതായത് ആ ഒരു മാപ്പ്, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം അവളുടെ തലക്കുള്ളിലാണ്. എല്ലാ കാര്യങ്ങളും അവൾക്ക് ഓർമ്മയുണ്ട്. സോ ഇനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് അവൾക്ക് നല്ല ഓർമ്മ കിട്ടി. ഇപ്പൊ നിലത്ത് വീണ് എടുക്കുന്ന നമ്മുടെ ഡിയാഗോയുടെ ആ ഒരു റെസ്ക്യൂ ബാഗ് ഉണ്ട്, അത് എടുത്തുകൊണ്ട് ഡോറ നേരെ കാട്ടിലേക്ക് വീണ്ടും ഓടുകയാണ്. ഇതേ നേരത്തിന് ആ ഒരു ഗുഹയിൽ കെട്ടിയിട്ട നെയ്യെ കാണിക്കുന്നുണ്ട്. നെയ്യുടെ തൊട്ടടുത്ത് തന്നെ സണ്ണിയുണ്ട്. അപ്പൊ സണ്ണിയോട് നെയ്യ പറയണ, എടാ എന്റെ ബാഗിൽ ഒരു ചെറിയ കത്തിയുണ്ട്, അതെടുത്ത് നീ എങ്ങനെയെങ്കിലും ഈ കയറ് മുറിക്കാൻ നോക്കുന്ന പറയണം. ഇതേ നേരം തന്നെ ആ ഒരു ഗുഹയുടെ പല ഭാഗത്തായിട്ട് ഇതിന്റെ ആ ഒരു രഹസ്യവാതിൽ എവിടെയാണെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കമീലയും അവളുടെ ആൾക്കാരും. അങ്ങനെ അവസാന കാട്ടുവള്ളികൾ മാറ്റി നോക്കുന്ന സമയത്ത് കീ വെക്കാനുള്ള ഒരു സ്ഥലം ഇവർക്ക് കാണാൻ പറ്റി. ഇപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കാണ്. ഈ ഒരു ഗ്യാപ്പ് നമ്മുടെ ഡോറ മുതലാക്കുകയാണ്. കാരണം ഡോറ കുറച്ച് മുന്നേ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അവൾ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു നല്ലൊരു അവസരത്തിന് വേണ്ടി. അപ്പൊ ഇത് നല്ലൊരു അവസരമാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവളുടെ കൂട്ടുകാരെ കെട്ടിയിട്ടില്ലേ, ആ റോപ്പ് എല്ലാം പൊട്ടിക്കുകയാണ്, അവരെ രക്ഷപ്പെടുത്തുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളവർ ഇപ്പൊ കമീലയുടെ ആൾക്കാരെ ഒരുവിധം ശരിയാക്കി എടുക്കുന്നുണ്ട്. അതായത് അവിടെ ആകെ ഇപ്പോൾ അലമ്പാവുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഡോറയുടെ ഒരു ബാഗ് എടുത്തുകൊണ്ട് കമീലയുടെ ആ ഒരു കുറുനരി ഉണ്ടല്ലോ, സ്വൈപ്പ്, അവൻ ഓടാൻ നോക്കുമ്പോൾ എങ്ങനെയൊക്കെയോ നമ്മുടെ ബുജി അവന്റെ പിന്നാലെ ചെന്ന് ആ ഒരു ബാഗ് എടുക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ഈ ഒരു ഫൈറ്റിന്റെ ഇടയിൽ ഡോറ ആ കീ ഉപയോഗിച്ച് ഇവിടുത്തെ വാതിലും തുറക്കുകയാണ് കേട്ടോ. ഇവര് 4 പേരും വേഗം തന്നെ അതിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അപ്പൊ തന്നെ ആ ഒരു ഡോർ അടയുന്നുണ്ട്. എന്നാൽ അതിന് മുന്നേ ആയിട്ട് കമീലയും അവളുടെ പ്രധാനിയായിട്ടുള്ള ഒരാളും കൂടെ അതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞു. അപ്പൊ വന്ന പാട് തന്നെ കമീല ഇപ്പോൾ ഡോറയോട് ചോദിക്കുന്നത്, ആ മാപ്പ് നിന്റെ കയ്യിലില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നീ ഇങ്ങോട്ടേക്ക് ഇത്ര കറക്റ്റ് ആയിട്ട് വന്നത്? എന്നാൽ ഡോറ അതിന് ഉത്തരം പറയാതെ കമീലയോട് ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് കമീല, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയായിരുന്നില്ലല്ലോ, എനിക്കും എന്റെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ എന്ത് ഇഷ്ടമായിരുന്നു, പിന്നെന്താ നിങ്ങൾ ഇങ്ങനെ മാറിപ്പോയത്? ഈ സമയത്താണ് കമീല ആ ഒരു കാര്യം പറയുന്നത്. ലൈവ് ആയിട്ട് തന്നെ ഒരു അഡ്വഞ്ചർ ഷോ അവൾ ചെയ്യായിരുന്നു. ഇതുപോലെ തന്നെയുള്ള ഒരു എക്സ്പ്ലോറേഷൻ ആയിരുന്നു. ഏതോ ഒരു ഗുഹയിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയ സമയത്ത് അവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ ആകെ ചമ്മിപ്പോയി. എന്നാൽ അതിനുശേഷം കമീല നടത്തുന്ന എല്ലാ ഷോകളും ഭയങ്കര റേറ്റിംഗ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ കളിയാക്കാൻ തുടങ്ങി. ഇത് കമീലയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാ ഭാഗത്തുനിന്നും അപമാനം. അപ്പൊ ഈ ഒരു അപമാനം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സോൾ എൽ ഡൊറാഡോ ഇത് തേടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് കമീല വന്നിരിക്കുന്നത്. അവളുടെ ആ ഒരു പഴയ പേര് തിരിച്ചു പിടിക്കാനായിട്ട്. എങ്ങാനും ആ ഒരു കല്ല് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ അവളുടെ എല്ലാ ചീത്തപ്പേരും പോകും. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ഡോറ പറയാണ്, കമീല, ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. നിങ്ങൾ അങ്ങനെ ഒരു പരിഹാസ കഥാപാത്രമൊന്നുമല്ല. ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോഴും ഒരു ഹീറോ തന്നെയാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഈ ഫോറസ്റ്റ് എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി അല്ലെങ്കിൽ എന്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നിങ്ങളാണ് കമീല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ കമീല ഒന്ന് സ്റ്റെക്കായി പോവാണ്. അതായത് കമീല വിചാരിക്കുന്നത് അവളിപ്പോ വെറും ഒരു കോമാളി പീസാണ്. എന്നാൽ ഇതേപോലെ ഡോറ സംസാരിച്ചപ്പോൾ അവളുടെ മനസ്സിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരികയാണ്. എന്നാൽ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ആളുണ്ടല്ലോ, ഇയാളിപ്പോ കമീലയെ മാറ്റിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവാണ്. അധികം വൈകാതെ ഇവർ വലിയൊരു അറയുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ചെറിയൊരു ലിവർ ഉണ്ടായിരുന്നു. അത് പിടിച്ചു വലിച്ച സമയത്ത് ആ അറയുടെ 2 ഭാഗത്തായിട്ടും ഒരുപാട് സ്വർണ്ണ കൂമ്പാരങ്ങളായിരുന്നു. അതുപോലെ തന്നെ പഴയ ആ ഒരു ഇക്കാവംശം ഉണ്ടാക്കി വെച്ച കീപ്പു അതും ഇവിടെ ഉണ്ടായിരുന്നു. ആ സ്വർണത്തിലേക്കൊന്നും കണ്ണു പോകാതെ
പോകാതെ ഡോറ നേരെ പോകുന്നത് കീപോയിന്റെ അടുത്തേക്കാണ്. അതായത് ആ കയറിന്റെ കെട്ടുകളിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇത്തവണ ആ കീപ്പു അവൾ ഒറ്റയ്ക്കായിരുന്നില്ല വായിച്ചത്, അവളുടെ കൂടെ ഇപ്പൊ കമീലയുണ്ട്. കമീലയും അവളെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പൊ അത് വായിച്ച സമയത്ത് ഇവർക്കൊരു കാര്യം മനസ്സിലായി. ഇവരുടെ തൊട്ടു മുന്നിൽ തന്നെ ചുമരിന്റെ മുകളിലായിട്ട് ഒരു ചെറിയ വാതിലുണ്ട്. ആ വാതിലിലൂടെ കടന്നു കഴിഞ്ഞാൽ സോൾ ഡൊറാഡോയുടെ അടുത്തേക്ക് എത്താൻ കഴിയും. എന്നാൽ ആ ചുമരിന്റെ തൊട്ടു മുന്നിലായിട്ട് വലിയൊരു കുഴിയാണ്. ആ കുഴി താണ്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ്. അങ്ങനെ കടക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ ഇവിടെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ പഴയ കാലത്തെ ഇങ്കാ വംശജർ, അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്വർണ്ണമൊന്നും അവർക്കൊന്നും അല്ലായിരുന്നു. അവർക്ക് യാതൊരു വിലയില്ലാത്ത സാധനമാണ് ഈ സ്വർണം. അങ്ങനെയാണെങ്കിൽ ഈ സ്വർണം ഇതൊന്നും ഇവിടെ വെറുതെ വെച്ചതായിരിക്കില്ല. അതേ നേരം ഈ കുഴിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയ ത്രാസ് ഇവർ കാണുകയാണ്. ഇനിയിപ്പോൾ ആ ഒരു ത്രാസ് ആയിരിക്കുമോ മുകളിലുള്ള ആ ഒരു വാതിൽ തുറക്കാനുള്ള ആ ഒരു കീ എന്ന് പറയുന്നത്? പതിയെ ആ ഒരു ത്രാസിലേക്ക് അവിടെ ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ കഷ്ണങ്ങൾ അവരെടുത്തിടാൻ തുടങ്ങുകയാണ്. അതേ നേരം തന്നെ ആ ഒരു ത്രാസ് പതിയെ പതിയെ താന്നു വരാൻ തുടങ്ങി. ഈ ത്രാസ് താവുന്നതിനനുസരിച്ച് മുകളിൽ മൂടിയിരുന്ന അപ്പുറത്തെ ആ ഒരു റൂമിലേക്ക് പോകാനുള്ള ആ ഒരു ജനല് അല്ലെങ്കിൽ ഒരു വാതില് എന്തായാലും ആ ഒരു മൂടി പതിയെ പതിയെ തുറക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ സ്വർണം ഒരു തട്ടിലിടുന്ന സമയത്ത് അത് താഴേക്ക് പോകും. അപ്പൊ മറ്റൊരു തട്ട് വരും. ഇതിങ്ങനെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട സമയത്ത് കമീലയുടെ കൂടെ വന്ന ആ ഒരു കള്ളനുണ്ടല്ലോ, അവൻ പറയാണ്, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഈ സ്വർണ്ണക്കെ കുഴിയിലേക്കിട്ട് നശിപ്പിക്കുകയാണോ? അതിന് ഞാൻ സമ്മതിക്കില്ല. ഇനി ഒരു സ്വർണ്ണത്തിൽ പോലും തൊട്ടു പോകരുതെന്ന് പറയണം. ഇതേ സമയത്തിന് നമ്മുടെ കമീല പറയാണ്, ഡോറ നിങ്ങളത് ചെയ്യ്, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയണം. അങ്ങനെ ഇപ്പൊ കമീലയും അതുപോലെ തന്നെ ആ കള്ളനും തമ്മിൽ ഫൈറ്റ് തുടങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ കമീല തന്നെയാണ് ഈ കള്ളന്മാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇവരുപയോഗിച്ച് എങ്ങനെയെങ്കിലും സോൾ ഡൊറാഡോയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവന്മാർ പക്കാ കള്ളന്മാരാണ്, ഇവർക്ക് വേറെ ലക്ഷ്യമൊന്നുമില്ല. സോ ആ സ്വർണത്തിന് വേണ്ടി ഇവന്മാർ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്തായാലും കമീലയും ഇപ്പൊ ഈ ഒരു കള്ളനും കൂടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ തട്ടിലേക്കും ഇവർ സ്വർണ്ണം ഇട്ടിട്ട് ഇതിങ്ങനെ താഴ്ത്തി താഴ്ത്തി കൊണ്ടുവരികയാണ്. അതേ നേരം തന്നെ ആ ഒരു മൂടി പതിയെ പതിയെ തുറകുന്നുണ്ട്. ഇനി അവസാനം ഒരു തട്ടുകൂടെ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കമീല ആ ഒരു കള്ളനെ അടിച്ച് തോപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ അവൻ പറയാണ്, സോറി ഇനിയൊന്നും ചെയ്യല്ലേ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിച്ചു എന്ന് പറയാണ്. അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധ ഒന്ന് മാറിയെന്ന് തോന്നിയപ്പോ ഈ കള്ളൻ എന്താക്കി, അവിടെ ഉണ്ടായിരുന്ന സണ്ണി എടുത്ത് നേരെ ആ ഒരു തട്ടിലേക്ക് ഇടുകയാണ്. അതായത് അവന്റെ കനം കൊണ്ട് തട്ട് താന്നു പോയിട്ടുണ്ടെങ്കിൽ ഡോറ് തുറക്കുമല്ലോ. അപ്പൊ ഇവര് വെറുതെ അനാവശ്യമായിട്ട് സ്വർണ്ണം എടുക്കില്ലല്ലോ. അപ്പൊ ആ തട്ടിലേക്ക് സണ്ണി ഇട്ട സമയത്ത് അവനെ രക്ഷിക്കാൻ ഇവർ നോക്കുന്നത്. ഇതേ നേരം ഈ കള്ളൻ അവന്റെ കയ്യിൽ കിട്ടിയ സ്വർണ്ണവും വാരി ഓടാൻ നോക്കുമ്പോൾ അവന്റെ കാല് തന്നെ അതേ കുഴിയിലേക്ക് അവൻ തന്നെ വീഴുകയാണ്. ആർത്തി കൊണ്ട് എന്താ ഉണ്ടായത്? ജീവൻ പോയി, അത്ര തന്നെ. ഇനി എന്തായാലും അവസാനത്തെ ആ ഒരു ത്രാസ് ഉണ്ട്, അതിലേക്കും കൂടെ ബാക്കിയുള്ള സ്വർണ്ണം വാരി ഇട്ട് കഴിഞ്ഞാൽ ഇത് താഴേക്ക് താന്നു പോയിക്കോളും. അപ്പൊ പൂർണ്ണമായിട്ടും മുകളിലുള്ള ആ ഒരു വാതിൽ തുറക്കും. പിന്നീട് അവരവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്വർണവും എല്ലാ വസ്തുക്കളും അതിലേക്ക് വാരി ഇടുന്നുണ്ട് കേട്ടോ. പക്ഷെ എത്രയൊക്കെ ആയിട്ടും ആ ഒരു ത്രാസ് താവുന്നില്ല. ഇനിയിപ്പോ അവിടെ വാരി ഇടാനായിട്ട് ഒന്നുമില്ല. കുറച്ചു നേരം അവർ കാത്തിരുന്ന് നോക്കി, ആ ത്രാസിന് യാതൊരു അനക്കമില്ല. അങ്ങനെ ഇപ്പൊ അവർക്ക് മനസ്സിലായി ഇത്രയും ദൂരം വന്നത് വെറുതെയായി, വേസ്റ്റ് ആയി പോയി. എന്നാൽ ആ നേരത്താണ് കമീല പറയുന്നത്, നിങ്ങളൊക്കെ ഈ ഒരു വലിയ അപകടത്തിൽ വന്ന് ചാടിയത് ഞാൻ കാരണമാണ്. അപ്പൊ ഇതിനൊരു പരിഹാരം കാണേണ്ടതും ഞാൻ തന്നെയല്ലേ? ഇപ്പൊ ബാക്കിയുള്ള ആരോടും ഒന്നും പറയാതെ ഈ കമീല ഓടിച്ചെന്ന് ആ ഒരു ത്രാസിലേക്ക് ചാടി കയറി നിൽക്കുകയാണ്. അപ്പോ അവളുടെ കനത്തിൽ ഈ ത്രാസ് താഴേക്ക് പോകുന്നുണ്ട്. കൂടെ തന്നെ കമീലയും പോവാണ്. അത് വലിയൊരു കുഴിയായിരുന്നു. അതിന്റെ ഉള്ളിലേക്ക് വീണ് കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. ഇരുട്ടുകൊണ്ട് അതിന്റെ അടിഭാഗം കാണാൻ പോലും കഴിയുന്നില്ല. സോ കമീല ഇതുപോലെ ചെയ്ത സമയത്ത് ഡോറ ആകെ ഞെട്ടിപ്പോവാണ്. അവള് താഴേക്ക് നോക്കി കരയാണ്. അതായത് അവർക്ക് വേണ്ടി കമീല ഇങ്ങനൊരു ത്യാഗം ചെയ്തല്ലോ. എന്തായാലും ഇതേ നേരത്ത് നമ്മുടെ ഡിയാഗോയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് തനിയെ ഊരി താഴേക്ക് ഒരൊറ്റ പോക്കാണ്. താഴേക്ക് പോയിട്ട് താഴേക്ക് വീണ കമീലയും രക്ഷപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ബ്രേസ്ലെറ്റ് മുകളിലേക്ക് വരികയാണ്. സോ ഇത് കണ്ട സമയത്ത് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അതുപോലെ തന്നെ അവസാനത്തെ ആ ഒരു ടാസ്കും പൂർത്തിയായതുകൊണ്ട് തന്നെ ആ കുഴി അവിടെ മൂടിപ്പോയി മുകളിലേക്ക് ചെറിയൊരു വഴി വരികയാണ്. ആ വഴിയിലൂടെ അവർ കയറി ചെന്നു. ആ ഹോളിലൂടെ അപ്പുറത്തെ റൂമിലേക്ക് കടന്നു. ആ റൂമിൽ എത്തിയപ്പോഴും ഇതുപോലെ തന്നെ നല്ല പ്രകാശം കാണുന്നുണ്ട്. അതായത് അതിന്റെ ഒത്ത നടുവിലെ ഒരു പീഠത്തിൽ ഒരു കല്ല് കൂടെ കാണുകയാണ്. ആ കല്ല് പിടുക്കുന്നത് കമീലയാണ്. കാരണം അവളുടെ കയ്യിലാണല്ലോ ഇപ്പൊ ആ ഒരു ബ്രേസ്ലെറ്റ് ഉള്ളത്. ആ കല്ലെടുത്ത് നേരെ ബ്രേസ്ലെറ്റിൽ വെക്കുകയാണ്. എന്നാൽ ഇതിനുശേഷം കമീലയ്ക്ക് ഒരു വിഷനും വരുന്നില്ല. സാധാരണ അങ്ങനെ വിഷൻ വന്നാലല്ലേ അടുത്തതായിട്ട് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. എന്നാൽ ആ സമയത്ത് ഡോർ അവിടെ നോക്കുമ്പോൾ ഒരു കീ ഹോൾ കാണുകയാണ്. ശരിക്കും ആ കീ ഹോളിലേക്ക് ഇടാനുള്ള കീ ആണ് ശരിക്കും ഈ ബ്രേസ്ലെറ്റ്. വെറും ആ ബ്രേസ്ലെറ്റ് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിനുള്ളിൽ ആ ഒരു കല്ലും കൂടെ വേണം. എന്തായാലും കല്ല് ഇപ്പൊ ബ്രേസ്ലെറ്റിൽ ഉണ്ടല്ലോ. കമീൽ ഇപ്പൊ എന്താ ചെയ്തേ, ആ കീ ഹോളിലേക്ക് ആ ബ്രേസ്ലെറ്റ് അങ്ങ് ഇടുകയാണ്. അതേ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പീഠ ഉണ്ടല്ലോ, അതിനുള്ളിൽ നിന്നും ഒരു പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട്. നോക്കുമ്പോ എന്താ നല്ല ഭംഗിയുള്ള തിളങ്ങുന്ന ഒരു കല്ല്. ഇത് തന്നെയാണ് ഇവർ തേടി വന്ന സോൾ ഡൊറാഡോ. അപ്പൊ ആ ഒരു കല്ല് കണ്ട സമയത്ത് ഡോറ ഈ കമീലയോട് പറയണത്, നിനക്ക് എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ അതിനോട് ചോദിച്ചു. അപ്പൊ കമീല പറയണത്, എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല, എന്റെ ആഗ്രഹം എന്താണെന്നും ഞാൻ എന്താണെന്നും എന്നെ ബോധിപ്പിച്ചു തന്നത് നീയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞു എന്ന് പറയാണ്. ഇപ്പൊ നെയ്യോട് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. ജോലിക്കിടയിൽ ഒരു ലീവ് കിട്ടിയാൽ അത് തന്നെയാണ് എന്റെ സ്വർഗം. സണ്ണിയോട് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ ഡിയാഗോയോട് അവന്റെ ആഗ്രഹം ചോദിച്ചു എന്ന് പറയുമ്പോൾ ഡിയാഗോ പറയുന്നത്, ഈ കല്ല് അന്വേഷിച്ച് വന്നത് നീയാണ്. അപ്പൊ നീ നിന്റെ ആഗ്രഹം തന്നെ ചോദിക്കുക. അതായത് ഡോറയ്ക്ക് എന്താ വേണ്ടത്? അവളുടെ അപ്പൂപ്പൻ അവൾക്ക് കൊടുത്ത ആ ഒരു മാപ്പ് അത് തിരിച്ചു വേണം. അവളിപ്പോ ആ ഒരു കല്ല് പിടിക്കുകയാണ്, കണ്ണടക്കുകയാണ്. അവളുടെ ഉള്ളിലെ ആ ആഗ്രഹം പറയുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ നമ്മുടെ ഡോറയുടെയും അതുപോലെ തന്നെ ഡിയാഗോയുടെയും ഫാമിലിയെ കാണിക്കുകയാണ്. ഡോറയുടെ കസിൻ തന്നെയാണ് കേട്ടോ ഈ ഡിയാഗോ. ഡിയാഗോയെ എല്ലാവരും യാത്രയാക്കാണ്. കാരണം അവൻ പഠിക്കാനായിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അതെങ്ങനെ നടക്കും? അവന് പോകേണ്ട ആ ഒരു ഫ്ലൈറ്റ് ഒക്കെ അവന് മിസ്സായില്ലേ? പിന്നെ എങ്ങനെയാ വീണ്ടും അവൻ
പഠിക്കാൻ പോകുന്നത്. ഇവിടെയാണ് ചെറിയൊരു ട്വിസ്റ്റ്. അതായത് ഡോറയുടെ കയ്യിൽ ആ ഒരു കല്ലുണ്ടല്ലോ, സോൾ ഡൊറാഡോ, അത് കിട്ടിക്കഴിഞ്ഞ സമയത്ത് അവൾ ചോദിച്ചത് അവളുടെ അപ്പൂപ്പൻ കൊടുത്ത ആ ഒരു മാപ്പ് അല്ലായിരുന്നു. പകരം ഡിയാഗോയ്ക്ക് പഠിക്കാൻ ഒരവസരം കൂടെ നൽകണം, അല്ലെങ്കിൽ അവന്റെ ആഗ്രഹം നടക്കണമെന്നാണ്. സോ അവന്റെ ആഗ്രഹം നടന്നു കഴിഞ്ഞു. അവനിപ്പോ അമേരിക്കയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. കുടുംബക്കാരോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവനിപ്പോ അവിടെ നിന്ന് പോവാണ്. ഇതേ നേരം തന്നെ ഡോറ അവളുടെ ആ ഒരു കുരങ്ങനുണ്ടല്ലോ ബുജി, അവന്റെ കൂടെ ആ ഒരു മലയുടെ മുകളിലേക്ക് ഓടി കയറിയിട്ട് ദൂരെ നിന്നും ഡിയാഗോയ്ക്ക് ടാറ്റു കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അസ്തമയ സൂര്യൻ, അതിൽ നിന്നും സാധാരണ കാണുന്നത് പോലെ ചുവന്ന വെളിച്ചല്ല ഇപ്പൊ വരുന്നത്, നല്ല പച്ച വെളിച്ചാണ്. അതായത് ഡിയാഗോ എപ്പോഴും അവളുടെ കൂടെ തന്നെയുണ്ട്. പോകുന്നതിന് മുന്നേ അവൻ ആ ഒരു കാര്യം അവളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടെന്ന്. എപ്പോഴും അവൻ കൂടെ ഉണ്ട് എന്നതിന്റെ ഒരു പ്രതീകമായിട്ടാണ് അവളിപ്പോ ആ ഒരു പച്ച വെളിച്ചം സൂര്യനിൽ നിന്ന് കാണുന്നത്. എന്തായാലും ഡോറയുടെ സാഹസങ്ങൾ ഇവിടെ തീരാൻ പോകുന്നില്ല. അവളുടെ യാത്രകൾ അത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇനിയും അവളുടെ യാത്രകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അതുപോലെ ഈ സ്രാവുകളുടെയൊക്കെ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടമാണെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ ഒരു ബോക്സ് കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ അങ്ങനെ ഒരു കഥ കേൾക്കാൻ കഴിയും. അപ്പൊ പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.